This call is now being recorded. ഹലോ, കേൾക്കുന്നില്ല? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഓക്കെ. മൈക്കിന് തകരാറുണ്ടോ? ഓക്കെ. പ്രിയപ്പെട്ട മക്കളെ, അതുപോലെ രക്ഷിതാക്കൾ, ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷിതാക്കൾ, മറ്റ് സഹപ്രവർത്തകർ, എല്ലാവർക്കും നമസ്കാരം. ക്ലാസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രസാദ് മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. ആരും തന്നെ സംസാരിക്കരുത്, ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾക്കുള്ളതായ എന്തെങ്കിലും സംശയമുണ്ട് എങ്കിൽ ക്ലാസിൻ്റെ അവസാനം നിങ്ങൾക്ക് ചോദിക്കാൻ അവസരമുണ്ടാകും. അപ്പോൾ നമ്മുടെ ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 1.5 മണിക്കൂറാണ്. അപ്പോൾ ഇപ്പോഴും 7:10 8:40 വരെ ഈ ക്ലാസ്. അപ്പോൾ അതിനിടയ്ക്കുള്ളതായ സംശയം നിങ്ങൾ തീർക്കാം. ആദ്യമായിട്ട് നമ്മൾ അറിയേണ്ട ഒരു വിഷയം, 25-ാം തീയതി, ഈ മാസം 25-ാം തീയതിയാണ് നമ്മുടെ സ്കോളർഷിപ്പ് പരീക്ഷ. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എല്ലാവരുടെ കയ്യിൽ ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്ക്, പെൻസില്, പേന, ഒരു നോട്ട്, ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഈ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾ. അതുകൂടാതെ പുറത്തു നിന്നുള്ളതായ ശബ്ദങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരു അടച്ച റൂമിലിരിക്കുക. ഇല്ലെങ്കിൽ പുറത്തുള്ളതായ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഈ ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിക്കാൻ കഴിയുകയില്ല. മനസ്സിന് ഏകാഗ്രത വേണമെങ്കിൽ മറ്റുള്ളതായ ശബ്ദങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം. അതിന് എന്ത് ചെയ്യുക, ക്ലാസ് പിന്നെ നിങ്ങളെ ആ റൂം സൈലൻ്റ് ആണ് എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം നിങ്ങളുടെ ടെക്സ്റ്റും ഇതൊക്കെ എടുത്ത് തയ്യാറായി നിൽക്കുക. ഞാൻ ഇവിടെ ആദ്യമായിട്ട് നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടുത്തുകയാണ്. കാരണം നമ്മൾ എഴുതാൻ പോകുന്നതായ പരീക്ഷ, അതിൻ്റെ ആ പ്രശ്ന മാതൃക എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു മോഡൽ നിങ്ങൾ 8ാം ക്ലാസ്സിലൊക്കെ എഴുതിയവരാണ്. ഒരു പക്ഷേ സ്കൂളിൽ നിന്നും നിങ്ങൾക്കൊരു മോഡൽ കിട്ടിയിട്ടുണ്ടാകും. എങ്കിൽ കൂടി കഴിഞ്ഞ വർഷം നമ്മുടെ സംഘടന നടത്തിയ ഒരു പരീക്ഷയുടെ മോഡൽ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വർഷത്തെ 9ാം ക്ലാസ്സിൽ നിന്നും സെലക്ട് ചെയ്യപ്പെട്ട, സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് സെലക്ട് ചെയ്യപ്പെട്ട നിങ്ങളെല്ലാവരെയും ആദ്യമായിട്ട് അഭിനന്ദിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു മോഡൽ ഒന്ന് നോക്കാം. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, വളരെ സിമ്പിളാണ് സംസ്കൃതത്തിൻ്റെ സ്കോളർഷിപ്പ് പരീക്ഷ. ഒരു വലിയ ഒരു പേടിക്കേണ്ടതായ ഒരു സംഗതിയല്ല എന്ന് മാത്രം മനസ്സിലാക്കുക. വളരെ സിമ്പിളാണ്. നമ്മൾ ഏത് വിഷയത്തോടും എങ്ങനെ നമ്മളെ സമീപിക്കുന്നുവോ അതുപോലെയായിരിക്കും ആ വിഷയം നമ്മളെ സമീപിക്കുക. ഇപ്പോൾ സംസ്കൃതം സിമ്പിളാണ് എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചാൽ ആ സംസ്കൃതം സിമ്പിളായിരിക്കും. സംസ്കൃതം വിഷമമാണ് എന്ന് നമ്മൾ മനസ്സിൽ 10 പ്രാവശ്യം പറഞ്ഞാൽ സംസ്കൃതം നമുക്ക് ടഫാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് ആ പരീക്ഷയൊന്ന് നമുക്ക് നോക്കിക്കാണാം. പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, പാഠപുസ്തകത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മുടെ എല്ലാ പാഠപുസ്തകത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മുടെ എല്ലാ ചോദ്യങ്ങളും ഉണ്ടാകുന്നത്. അതിൽ ഏകദേശം ഒരു 5-10% മാത്രം, ആകെ 50 ചോദ്യങ്ങളായിരിക്കും 1 മണിക്കൂർ ടൈം. അതിൽ 5-6 ചോദ്യങ്ങൾ മാത്രമേ പുറത്തുനിന്ന് ചോദിക്കുകയുള്ളൂ. അത് 40-45 മാർക്കിന്റെ ചോദ്യങ്ങളും നമ്മുടെ പാഠപുസ്തകത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ചോദ്യം വരുന്നത്. അപ്പോൾ ആദ്യത്തെ 8 പാഠങ്ങളാണ് 9ാം ക്ലാസ്സിൽ ഈ പരീക്ഷയ്ക്ക് വേണ്ടി ഉള്ളത്. എങ്കിൽ കൂടി നമ്മൾ എല്ലാ പാഠങ്ങളും പഠിച്ചു വെക്കണം. കാരണം എല്ലാ പാഠങ്ങളും തീർന്നിട്ടുണ്ടാകും. അപ്പോൾ മുഴുവൻ പാഠങ്ങളും നമ്മൾ പഠിച്ച് തയ്യാറായി നിൽക്കണം. എങ്ങനെ പഠിക്കണം, എന്തൊക്കെ പഠിക്കണം എന്നാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് ഈ മോഡൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, നമുക്ക് തുടങ്ങാം. വളരെയധികം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ ഒന്നാമത്തെ പ്രഥമ പ്രശ്നം ഭവതി ആധുനിക ഭാരതീയ സസ്യശാസ്ത്രജ്ഞ കഹ. ഓ ജഗദീഷ് ചന്ദ്രബോസ്, സുഭാഷ് ചന്ദ്രബോസ്, ഡോക്ടർ എസ് രാധാകൃഷ്ണ എന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഇത് നമ്മൾ പഠിച്ച പാഠത്തിലെ ഒരു ചോദ്യമാണ് നമുക്കറിയാം അല്ലേ. രണ്ടാമത്തെ പാഠത്തിലെ ഒരു ചോദ്യമാണ് ഇത്.
ഇപ്പോൾ രണ്ടാമത്തെ പാഠത്തില് ചോദ്യത്തിൽ എന്താ ഉത്തരം? ജഗദീഷ് ചന്ദ്രബോസ് എന്നാണ് ഉത്തരം. അപ്പൊ ചില കുട്ടികൾ എന്ത് ചെയ്യും? ഇത് ഇവിടെ ഈ ഉത്തരം ഉണ്ടാകും, ഇത് ഇവിടെ പകർത്തി എഴുതുമ്പോൾ ജഗദീഷ് മാത്രം എഴുതി വെക്കും, ഇല്ലേ ചന്ദ്രബോസിനോ എന്തെങ്കിലും ഒരു തെറ്റ് വരുത്തിക്കും. ഒരു അക്ഷരം തെറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു മാർക്ക് നഷ്ടപ്പെടും. കാരണം സ്കോളർഷിപ്പ് പരീക്ഷയായതുകൊണ്ട് ഇതിന്റെ വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ കുട്ടികൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, പരീക്ഷയൊക്കെ സിമ്പിൾ ആയിരുന്നു, ഞാൻ എല്ലാം എഴുതിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് സ്കോളർഷിപ്പ് ഇല്ല എന്ന് പറയും. അതിന്റെ പ്രധാന കാരണം എന്താണ്? നമ്മൾ എഴുതുന്നതായ ആ പദത്തിൽ അക്ഷരതെറ്റ് വന്നാൽ ആ മാർക്ക് ഫുള്ളായിട്ട് പോകും. ഇപ്പോൾ ജഗദീഷ് ചന്ദ്രബോസിൽ എടുക്കുക, ജഗദീഷ് മാത്രം എഴുതിയാലും മാർക്ക് കിട്ടൂല, ചന്ദ്രബോസ് മാത്രം എഴുതിയിട്ടില്ല. ഇവിടെയുള്ളതായ ആ അക്ഷരങ്ങൾ എങ്ങനെയാണോ അത് അതേപോലെ എന്ത് വേണം? ഇവിടെ എഴുതി വെക്കണം, ഇല്ലെങ്കിൽ മാർക്ക് ഉണ്ടാകില്ല. അത് ഒന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കണം. പല കുട്ടികൾക്കും മാർക്ക് നഷ്ടപ്പെടുന്നതാണ്, അക്ഷരത്തെറ്റ് വരുന്നതുകൊണ്ട് മാർക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് എല്ലാം ഈസിയാണ്, നമ്മൾ എഴുതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുകയില്ല. ഓക്കെ. അനന്തരം വ്യായാമ സ്ഥൈര്യകാരണം വാക്യമിതം കുത്ര പ്രതിപാദിതം. നമ്മൾ പഠിച്ചതാണ് അല്ലെ? വ്യായാമത്തിന്റെ മഹത്വം നമ്മുടെ പാഠപുസ്തകത്തിൽ പഠിച്ച ഒരു വിഷയമാണ്. അപ്പൊ ഇത് എവിടെയാണ് പറയുന്നത് എന്നാണ്. അപ്പൊ ഏത് പാഠമാണ് ഇത് നമുക്കറിയാം അല്ലെ? ഇത് ഏത് പാഠവുമായി ബന്ധപ്പെട്ട ചോദ്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. നിയമ്യതാം സ്വയം എന്നുള്ളതായ കാവ്യഭാഗവുമായി ബന്ധപ്പെട്ടിട്ടാണ് ചരക സംഹിതയിൽ പറയുന്ന ഒരു വാക്യമാണ് തന്നിരിക്കുന്നത്. ആവശ്യമുള്ളവരൊന്ന് എഴുതിയെടുക്കണം. വ്യായാമ സ്ഥൈര്യകാരണം ചരക സംഹിത. അടുത്തത് ഗദ്യപദ്യമയം കാവ്യം കിം. നമ്മൾ പഠിച്ചതായ പാഠമാണ് ക്ഷുധാ ജ്ഞാനപ്രദായിനി, 4ാമത്തെ പാഠം അല്ലെ? ചമ്പൂ കാവ്യം. ഗദ്യപദ്യമയം കാവ്യം ചമ്പുരിത്യഭിധീയതേ. ഗദ്യവും പദ്യവും മിക്സായതായ കാവ്യത്തെ നമ്മൾ ചമ്പൂ കാവ്യം എന്ന് പറയുന്നു. ഇപ്പൊ 4ാമത്തെ പാഠം ക്ഷുധാ ജ്ഞാനപ്രദായിനി എന്നുള്ളത് ചമ്പൂ കാവ്യമാണ് അല്ലെ? മലയാളത്തിൽ കഥാപ്രസംഗം എന്നൊക്കെ പറയാം. അപ്പോ ആ ഗദ്യപദ്യമയ കാവ്യത്തെ പേരെന്താണ്? ചമ്പൂ കാവ്യമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇപ്രാവശ്യം ആ ചോദ്യം ഉണ്ടാക്കും. അപ്പോ ചമ്പൂ കാവ്യം എന്നാണ് ഇതിന്റെ ഉത്തരം. പിന്നത്തെ ചോദ്യം നോക്കൂ. സംഗമഗ്രാമ മാധവ കുത്ര ജനിമലഭത. സംഗമഗ്രാമ മാധവൻ എവിടെയാണ് ജനിച്ചത് എന്നാണ് ചോദ്യം. അവിടെ നളന്തായാം, ഇരിങ്ങാലക്കുടായാം, കാലടി ഗ്രാമേ എന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ എവിടെ പഠിച്ചത്? ഇത് നമ്മുടെ ആര്യഭടിയും ആയി ബന്ധപ്പെട്ട പാഠം. പറയാനുണ്ടോ? രണ്ടാമത്തേന്റെ ആൻസർ ഏതാ മോളെ? ഇത് സൂം ചെയ്താലും ഇത് PDF ആയതുകൊണ്ട് അധികം കിട്ടുമെന്ന് എനിക്ക് നോക്കട്ടെ. രണ്ടാമത്തേതിന്റെ ആൻസർ രണ്ടാമത്തേതായിരുന്നു വ്യായാമ സ്ഥൈര്യ കാരണം എന്നുള്ളത് ചരക സംഹിത. ചരക സംഹിതയിലാണ്. ഇത് സൂം ചെയ്യുമ്പോൾ നോക്കട്ടെ. സൂം ചെയ്യാൻ പറ്റും തോന്നില്ലല്ലോ. ഇത് ക്ലിയർ ആവുന്നില്ലേ? നിങ്ങൾ മൊബൈലിലൊന്ന് സൂം ചെയ്യാൻ പറ്റും കേട്ടോ. മൊബൈലിലൊന്ന് സൂം ചെയ്യാൻ പറ്റുന്നത്. മാഷക്ക് തന്നെ അവിടെ സൂം ചെയ്യാൻ പറ്റും. ഇവിടെ മുകളില് ഒരു പ്ലസ് ചിഹ്നം കണ്ടില്ലേ? പ്ലസ് ചിഹ്നം കണ്ടില്ലേ ഇവിടെ മുകളില്? ഓക്കെ. ഒന്നുകൂടി ക്ലിക്ക് ചെയ്താൽ മതി. ഇങ്ങനെ അവിടെ ക്ലിക്ക് ചെയ്ത് കുറച്ച് ഒന്നുകൂടി. ഓക്കെ ആണോ ഇപ്പൊ? ഒന്നുകൂടി ക്ലിക്ക് ചെയ്തു. ഇനിയും വേണോ? ഇനിയും വേണം. അതിന് താത്തിയാ മതി. മറ്റേ ഇനിയും വേണം. മതി മതി. ഓക്കെ. അല്ല ഇത് ക്ലിയർ ആയില്ലേ ഇപ്പൊ? ഇനി വേണോ? വേണ്ട. ഇപ്പോഴും ക്ലിയർ ആയില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. മോളെ ആയില്ലേ? വ്യായാമ സ്ഥൈര്യ കാരണം എന്നുള്ളത് ചരക സംഹിതയിലുള്ളതായ ഒരു ഭാഗമാണ്. അത് നിങ്ങൾക്ക് ഇപ്പോഴും തന്നെ നോക്കിയാൽ അറിയാം. 63ാമത്തെ പേജ്. ഞാൻ ആ പേജ് നമ്പർ പറഞ്ഞുതരാം. കാവ്യം ഇല്ലേ? നമുക്കത് ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇത് എടുക്കുമ്പോൾ, പാഠപുസ്തകം എടുക്കുമ്പോൾ അത് അവിടെ ചർച്ച ചെയ്യാം. ഓക്കെ. പിന്നത്തേത് സംഗമഗ്രാമ മാധവ കുത്ര ജനിമലബദ എന്നുള്ളത് ഇരിങ്ങാലക്കുടായാം. ഇരിങ്ങാലക്കുടയിലാണ് അദ്ദേഹം ജനിച്ചിട്ടത്. അതൊന്ന് നോട്ട് ചെയ്യണം. ഇരിങ്ങാലക്കുടായാം. പിന്നത്തെ നോക്കൂ. തൃഷാന്വിത കിം കാംക്ഷതേ.
തൃഷാന്വിതഃ കിം കാംക്ഷതേ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ ഞാൻ പറയുന്നതായ പേജ് എടുക്കുകയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് നേർത്തിട്ട് ഞാൻ പറയുന്ന പേജ് എടുക്കുക. അതിന് നമുക്ക് ആ ചോദ്യത്തിന് ഉത്തരം കിട്ടും. 69ാമത്തെ പേജ് എടുത്തേ മക്കളെ. 69ാമത്തെ പേജ് എടുത്തു എല്ലാവരും. ടെക്സ്റ്റ് ബുക്കിൽ 69ാമത്തെ പേജ്. ഓക്കെ, അത് തൃഷാന്വിതഃ കിം കാംക്ഷതേ എന്നാണ് ചോദ്യം അല്ലെ. യഥാ ഹിമാർത്തോ ജ്വലനം നിഷേവതേ ഹിമം നിദാഘാഭി ഹതോഭികാംക്ഷതി ഹൃദാന്വിതോന്നം സലിലം തൃഷാന്വിതഃ അല്ലെ. ഇപ്പൊ തൃഷാന്വിതഃ എന്നുള്ളത് ഉത്തരവിടെ കിട്ടിയില്ലേ? എന്താണ്? സലിലം അല്ലെ, വെള്ളം. തൃഷ എന്ന് പറഞ്ഞാൽ ദാഹിക്കുന്നവൻ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നാണ് ചോദ്യം. അവിടെ സലിലം. അപ്പൊ ആ ശ്ലോകത്തിൽ നിന്നാണ് ആ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. 69ാമത്തെ പേജിലുള്ളതായ ഒരു ചോദ്യമാണ്. ഓക്കെ, അതിനുശേഷം ചോദിച്ചതായ ഒരു ചോദ്യമാണ്, ഈ സംഖ്യ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. 1, 2, 3, 4, 5, 10 വരെയുള്ളതായ സംഖ്യ ഒന്ന് എഴുതാൻ പഠിക്കുക. സംസ്കൃതത്തിൽ എഴുതാൻ പഠിക്കണം. അപ്പോൾ സംസ്കൃതത്തിലായിരിക്കും ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുക. ഇത് സംസ്കൃത സംഖ്യകളാണ്. അതൊന്ന് നിങ്ങൾ എഴുതാൻ പഠിക്കുക. എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും, വലിയ വിഷമില്ലാത്തതാണ്. എന്ന് ടീച്ചറോട് പറഞ്ഞിട്ട് അതൊന്ന് എഴുതാൻ പഠിക്കുക. കാരണം ഇതെല്ലാം നമ്മൾ 5ാം ക്ലാസ്സിനെ പഠിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ പ്രത്യേകം അത് പറയാത്തത് കേട്ടോ. 5ാം ക്ലാസ്സിനും 8ാം ക്ലാസ്സിനും ഒക്കെ പഠിച്ചിട്ടുണ്ടാകും. ഓക്കെ, ഇത് എത്രയാണ് പറയാൻ പറ്റുമോ? 2023 ഓസ്കാർ പുരസ്കാരേണ സമാദൃതസ്യ ഗാനസ്യ രചയിതാ കഹ എന്നുള്ളതാണ് ചോദ്യം. ചോദ്യം കണ്ടല്ലോ. ഓക്കെ, ആ രചയിതാ കഹ എന്നാണ് ചോദ്യം. അപ്പോൾ ഈ ഒരു ചോദ്യം എന്നുള്ളത് ശ്രദ്ധിക്കണേ. ഈ ഒരു ചോദ്യം നമ്മൾ അധികം പ്രസക്തി കൊടുക്കേണ്ടതില്ല. കാരണം ഇതെന്താ, 2024 നടന്നതായ ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. അപ്പോൾ ഇത് ആനുകാലികമായിട്ട് 2023 ചോദിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് ആ ഒരു ചോദ്യത്തിന് വലിയ പ്രസക്തി നമുക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് നോട്ട് ചെയ്യണമില്ല, ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി. ചന്ദ്രബോസ് എന്നാണ് അതിന്റെ ശരിയായ ഉത്തരം. അത് നിങ്ങൾ എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. കാരണം 2026 ഉള്ളതായ ചോദ്യം എന്തായിരിക്കും? 2025 നടന്നതായ അവാർഡുകളും അത്തരം കാര്യങ്ങളായിരിക്കും, പുരസ്കാരങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ആനുകാലികം, ഇപ്പോൾ 2026 ആനുകാലികമല്ലാത്തത് കൊണ്ട് ഇത് നമ്മൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കേണ്ടതില്ല. കാരണം പരമാവധി നിങ്ങളെ കഷ്ടപ്പെടുത്തേണ്ടതില്ല എന്ന് വിചാരിച്ചാണ് സിമ്പിളാക്കി പറയുന്നത്. ഇനി അടുത്തൊരു ചോദ്യം നോക്കൂ മക്കളെ. സൗന്ദരനന്ദസ്യ കർത്താക്കഹ. ടെക്സ്റ്റ് ബുക്കില് പേജ് നമ്പർ 63. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 63 എടുത്താൽ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം കിട്ടും. എന്താണ്? സൗന്ദരനന്ദം അശ്വഘോഷസ്യ സൗന്ദരനന്ദം രചനാരീരേഹ എന്ന് പറയാം. അപ്പോൾ അശ്വഘോഷ അവിടെ ഉത്തരമുണ്ട് അല്ലെ. അശ്വഘോഷ എന്ന് ഉത്തരം ഉണ്ട്. പിന്നത്തെ ചോദ്യം നോക്കൂ. സ്പീഡാവുന്നുണ്ടെങ്കിൽ പറയണേ. കന്നഡ ചലച്ചിത്രസ്യ പിതാമഹ കഹ. ഇത് പറയുന്നുണ്ടോ? ഓക്കെ, കന്നഡ ചലച്ചിത്രസ്യ പിതാമഹ കഹ. കന്നഡ ചലച്ചിത്രത്തിന്റെ പിതാമഹൻ ആരാണ് എന്നാണ് പറയുന്നത്. ഇവിടെ ആരാണ് നോക്കൂ. ഓപ്ഷനുള്ളത് GV അയ്യർ, രവിശങ്കർ വി, ഡോക്ടർ പ്രസാദ് വർമ്മ. ഇതിൽ GV അയ്യർ ആണ് ശരിയായ ഉത്തരം. ഓക്കെ, 9ാമത്തെ ചോദ്യം. ദ്രോണാചാര്യ പുരസ്കാര കസ്മൈ വിഭാഗായ ദദാതി. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ് ഇത്. പല പ്രാവശ്യം ചോദിച്ച ചോദ്യമാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. അതൊന്ന് എഴുതിയെടുത്തു. ഇത് GK ആണ് കേട്ടോ. ഇതിൽ നമുക്ക് അറിയുന്നൊരു കാര്യമാണ്. ദ്രോണാചാര്യ പുരസ്കാരം കസ്മൈ വിഭാഗായ, ഏത് വിഭാഗത്തിനാണ് നൽകുന്നത്? ഇപ്പോ ചലച്ചിത്രമാണോ, കായികമാണോ, സാഹിത്യമാണോ? അപ്പോൾ ദ്രോണാചാര്യ പുരസ്കാരം എന്താണ്? കായിക വിഭാഗത്തിന് നൽകുന്നതാണ്. ഓക്കെ, കായിക വിഭാഗായ എന്നുത്തരം. 10ാമത്തെ നോക്കൂ. ഒന്ന് സ്പീഡ് പോകുന്നുണ്ട്, കാരണം നമുക്ക് ടെക്സ്റ്റ് ബുക്ക് എല്ലാം നോക്കണ്ടേ, വായിക്കണ്ടേ, കുറെ പണിയുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സ്പീഡ് പോകും. അപ്പോൾ മക്കളൊന്ന് സഹകരിക്കുക. അധോദത്തേഷു കൃതാന്തം അവ്യയം ചിത്വാലികത. ഇപ്പോൾ നമ്മൾ 5ാം ക്ലാസ്സിനെ കൃതാന്തം, ലബന്ധം, തുമുനന്തം പഠിച്ചിട്ടുണ്ട് അല്ലെ. നമ്മളെ പാഠപുസ്തകത്തിൽ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ് കൃതാന്തം, ലബന്ധം, തുമുനന്തം എന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിലീയ,
ജ്ഞാതും ദൃഷ്ട്വ. അപ്പൊ നിലീയ എന്നുള്ളത് കൃതാന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? അന്തം പറഞ്ഞ അവസാനം അല്ലെ. കൃത്വാ എന്നുള്ളത് അവസാനം വരുന്ന പദത്തെ കൃതാന്തം എന്ന് പറയുന്നു. ഇതാണ് കൃത്വാ ഇല്ലെങ്കിൽ വാ എന്നുള്ളത് അവസാനം വരുന്നതായ പദത്തെ നമ്മൾ കൃതാന്തം എന്ന് പറയും. ല്യ എന്ന അവസാനം വരുമ്പോൾ ലബന്ധമാകും. തും എന്ന അവസാനം വരുമ്പോൾ തുമുനന്താകും. പഠിതും നമുക്ക് ഇതിലെ ഉത്തരം നോക്കാം. ആദ്യം നിലീയ. നിലീയ എന്നുള്ളത് എന്താണ്? ലബന്ധമാണ് അല്ലെ. നിമീല്യ. ഇപ്പോ സ്വീകൃത്യ, ആദായ അങ്ങനെയൊക്കെ വരുമ്പോൾ വിഹായ അതൊക്കെ യായിൽ അവസാനിക്കുമ്പോൾ, യായിൽ അവസാനിക്കുന്ന എല്ലാം ലബന്ധമല്ല. ചതുർത്ഥി രാമായ എന്നുള്ളത് എന്തല്ല? ലബന്ധല്ല. വിഹായ, നിലീയ ഇതൊക്കെ എന്താണ്? അവ്യയങ്ങളാണ്. അതൊക്കെ നിങ്ങൾ പഠിച്ചതാണ് അവ്യയങ്ങൾ അല്ലെ. അപ്പോ ഈ നിലീയ എന്നുള്ളത് ആണെന്ത്? ലബന്ധം. യായിൽ അവസാനിക്കും. അപ്പൊ ജ്ഞാതും. ജ്ഞാതും എന്ന് പറഞ്ഞ തുമുനെന്താണ്? തും എന്ന് വരുമ്പോൾ തുമുനെന്താ വരും? പഠിതും, ഗന്ധും, ശ്രോതും ഇതൊക്കെ ജ്ഞാതും. ഇതൊക്കെ വരുമ്പോൾ എന്തായി? നമുക്ക് അത് തുമുനെന്താണ്? അപ്പൊ ഇതുമല്ല ഉത്തരം. പിന്നെയോ ദൃഷ്ട്വാ, വാ, ദൃഷ്ട്വാ. അങ്ങനെ കൃതാന്തത്തിൽ അവസാനിക്കുന്നത് കൃതാ അവസാനമായതുകൊണ്ട് ഇതാണ് എന്ത്? ദൃഷ്ട്വാ എന്നുള്ളത് കൃതാന്തമാകുന്നു. അപ്പൊ നിങ്ങൾ ഇത്രേ പഠിക്കണ്ടു. നിലീയ എന്ന് തുടങ്ങിയത് ലബന്ധമാണ്. ജ്ഞാതും തും വരുമ്പോൾ അത് തുമുനന്തമാണ്. ദൃഷ്ട്വ എന്ന് വരുമ്പോഴോ ദൃഷ്ട്വ, ഗത്വ, പീത്വ, ജ്ഞാത്വ തുടങ്ങിയിട്ടുള്ളതായ പദങ്ങൾ വരുമ്പോൾ അത് കൃതാന്തമാണ്. ഓക്കെ, അപ്പോൾ അതുമായി. ഇനി 11ാമത്തെ ചോദ്യം നോക്കാലോ. 11ാമത്തെ ചോദ്യം എന്താണ്? ദേശീയോദ്ഗ്രഥന ദിനം കസ്മിൻ ദിനാങ്കേ ഭവതി. സ്കോളർഷിപ്പില് ഒരു ദിനം എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ ഇതിൽ ചോദിച്ചിരിക്കുന്നത് ദേശീയോദ്ഗ്രഥന ദിനം ഏത് ദിവസമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ശരിയായ ഉത്തരം നവംബർ 19 ഓക്കെ, നവംബർ 19. ജസ്റ്റ് ഒന്ന് ദിനങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കി വെക്കണം കേട്ടോ. ഇനി അടുത്ത് നോക്കോ. 12ാമത്തെ ചോദ്യം പറയുന്നത് ഭോ ബാല പേയം ജലം സർവദാ സംരക്ഷിതവ്യം ഭവതി. ഇവിടെ നമ്മൾ യത് പ്രത്യയം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ ടെക്സ്റ്റിൽ യത് പ്രത്യയം പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ പാഠപുസ്തകം എടുക്കുമ്പോൾ യത് പ്രത്യയം അന്നേരം ചർച്ച ചെയ്യാം. അപ്പൊ ഇതിൽ ഏതാണ് യത് പ്രത്യയമാണ് ചോദിക്കുന്നത്? യത് പ്രത്യയം നമുക്കറിയാം ഏതാണ്? പേയം എന്നുള്ളതാണ് യത് പ്രത്യയം. അപ്പൊ ഇവിടെ സംരക്ഷിതവ്യം എന്നുണ്ട്, ജലം എന്നുള്ളതുണ്ട്, പേയം എന്നുള്ളതുണ്ട്. ഇവിടെ പേയം എന്നുള്ളത് യത് പ്രത്യയമാണ്. അതെങ്ങനെയാണ് യത് പ്രത്യയമാകുന്നത് എന്നുള്ളത് പാഠപുസ്തകത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പറയാം. ഓക്കെ, ഇനി അങ്കണം ഇത് ശബ്ദസ്യ അർത്ഥഃ കഹ. അങ്കണം എന്നുള്ളത് നമുക്ക് 2ാമത്തെ നമ്മളെ ചമ്പു കാവ്യത്തിൽ വന്നതായ ഒരു പദമാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്കണം എന്ന പദത്തിൻ്റെത് നമുക്കറിയാം മലയാളത്തിൽ മുറ്റം എന്നാണ് പറയുക അല്ലെ. അപ്പോൾ മുറ്റം എന്നുള്ളതിന് സംസ്കൃതത്തില് മറ്റൊരു പേരാണ് എന്ത്? ചത്വരം എന്നുള്ളത് അല്ലെ. അപ്പോ അങ്കണം എന്നുള്ളതിന്റെ മറ്റൊരു പേര് ചത്വരം, മുറ്റം എന്നർത്ഥം. പിന്നീട് വന്ന ചോദ്യം നോക്കൂ. അത് നോട്ട് ചെയ്തോ. അങ്കണം, ചത്വരം. ഓക്കെ, ഇപ്പം ആലയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ആലയം എന്ന് പറഞ്ഞാൽ ഭവനം എന്നുള്ള അർത്ഥമാണ്. ആപണം എന്ന് പറഞ്ഞാൽ കടയാണ് അല്ലെ. ദേവാലയം എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ അതേപോലെ ആപണം, ആവണം എന്ന് പറഞ്ഞാൽ കട, അതാണ് അർത്ഥം. ഓക്കെ, ഇനി കേരള സാഹിത്യ അക്കാദമ്യാഹ ആസ്ഥാനം കുത്ര. ഇതെല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് കേട്ടോ. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ് എന്ന ചോദ്യം. അത് തൃശ്ശൂരാണ് ഉത്തരം കേട്ടോ, തൃശ്ശൂര്. ഓക്കെ, ഇനി 15ാമത്തെ ചോദ്യം എന്താ 15 ചോദിച്ചത്? 2024 സമയം കിട്ടുന്നില്ല. സ്പീഡായി പോകുന്നുണ്ടോ? ഓക്കെ 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 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ഒരുപാട് തീർക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ലേശം സ്പീഡ് പോകുന്നത്. കേരള സാഹിത്യ അക്കാദമ്യാഹ ആസ്ഥാനം കുത്ര? തൃശ്ശൂർ.
തൃശ്ശൂർ എന്ന് പറയുമ്പോൾ തൃശ്ശൂരിന്റെ പഴയ പേരാണ് തൃശിവപുരം. കേരളസ്യ സാംസ്കാരിക രാജധാനി ച ഭവതി തൃശ്ശൂർ. കേരളത്തിന്റെ സാംസ്കാരിക രാജധാനിയും കൂടിയാണ് തൃശ്ശൂർ. അപ്പോഴങ്ങനെയും ചോദിക്കും കേട്ടാ, കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ് എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ. രാജധാനി എന്ന് പറഞ്ഞാൽ തലസ്ഥാനം എന്നാണ് അർത്ഥം. ഓക്കെ അല്ലേ? ആയിട്ടുണ്ടാവും. അടുത്ത് നോക്കിക്കോ, 15ാമത്തെ ചോദ്യം. 2024 ഇത് വായിക്കല് കേട്ടോ. മക്കളൊന്ന് ഈ സംഖ്യകൾ പഠിക്കണേ. 2024 നമ്മൾ എങ്ങനെയാ പറയാ? ചതുർവിംശത്യധിക ദ്വിസഹസ്രതമേ വർഷേ. നമുക്ക് വർഷം എഴുതുന്നത് ലാസ്റ്റ് ഞാൻ പറഞ്ഞു തരാം. ഇത് ഞാനൊന്ന് വായിക്കാം, നിങ്ങൾക്ക് അറിയുന്നതാണ്. ചതുർവിംശത്യധിക ദ്വിസഹസ്രതമേ വർഷേ ഓടക്കുഴൽ പുരസ്കാരേണ സമാദൃതഃ കഃ എന്നാണ് ചോദ്യം. ഉത്തരം അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും. 2024 തമേ വർഷേ, തമേ എന്ന് പറഞ്ഞാലോ 2024 വർഷത്തിൽ അല്ലേ, ഓടക്കുഴൽ പുരസ്കാരത്താൽ ആദരിക്കപ്പെട്ട വ്യക്തി ആര് എന്ന് പറഞ്ഞാലോ 2024 ആർക്കാ ഓടക്കുഴൽ കിട്ടിയെന്ന ചോദ്യം അല്ലേ. ആരാ? കെ അരവിന്ദാക്ഷ എന്ന ശരിയായ ഉത്തരം. ഇത് ചിലപ്പോൾ വീണ്ടും ആവർത്തിക്കാം. 2024 ശേഷം 2025 വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ലാസ്റ്റ് ചർച്ച ചെയ്യാം കേട്ടോ. അത് നമ്മൾ GK വിഭാഗത്തിൽ പെടുത്തുക. ഇനി അടുത്തത് നോക്കിയാൽ, അപ്പൊ ഈ 15 ചോദ്യങ്ങൾക്ക് നമുക്ക് എന്താണ് ഓപ്ഷൻ ഉണ്ട് അല്ലേ. ആ ഓപ്ഷൻ എടുത്തെഴുതിയേ വേണ്ടു. അപ്പോൾ എടുത്തെഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയാണോ ഓപ്ഷൻ ഉള്ളത് അത് അതേപോലെ എഴുതണം. അപ്പോൾ കെ അരവിന്ദാക്ഷ എന്നുള്ളത് വെറും അരവിന്ദാക്ഷ എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടൂല. ഞാൻ ഉത്തരം എഴുതിയിട്ടുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. MT വാസുദേവൻ നായർ എന്നുള്ളത് വാസുദേവൻ നായർ എന്ന് മാത്രം എഴുതിയാലും മാർക്ക് കിട്ടൂല. കാരണം എന്താ? വാസുദേവൻ നായർ കുറേ ഉണ്ട്. ഇനി അങ്ങോട്ടുള്ളതൊക്കെ എന്താണ്, നമ്മൾ സ്വന്തമായിട്ട് എഴുതേണ്ടതാണ്. ഓപ്ഷൻ ഉണ്ടാവില്ല. വളരെ സിമ്പിളാണ് ചോദ്യങ്ങൾ. ഏകപദേന ഉത്തരം ലിഖതു. ഒരു പദം കൊണ്ട് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക എന്നുള്ളതാണ് അല്ലെ. 16 മുതൽ 20 വരെ നോക്കിയാൽ, ഭോജനം ദേഹി. ഇത് നമ്മൾ പഠിച്ചതാണ് അല്ലെ. ചമ്പു എന്ന് പറഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചതാണ്. ഭോജനം ദേഹി. സംബോധനാപദം ചിത്വാലികഥ. സംബോധനാപദം എടുത്തെഴുതാനാ പറയുന്നത്. അപ്പൊ ഇവിടെ ഏതാ സംബോധന? ഭോജന. ഇപ്പൊ സംബോധന എങ്ങനെ നമ്മൾ മനസ്സിലാക്കുക നോക്കൂ മക്കളെ. സംബോധനാപദം കഴിഞ്ഞാൽ ഇത് ഇവിടെ ഇങ്ങനെ ഒരു വരയും ഒരു ആശ്ചര്യ താഴെ ഒരു കുത്തും. ഈ വരയും ഒരു ഈ കുത്തും കണ്ടു കഴിഞ്ഞാൽ അതിന്റെ തൊട്ടിപ്പുറത്തുള്ളതാ എന്താണ്? സംബോധന രൂപമായിരിക്കും. സംബോധന പ്രഥമ അറിയാലോ അല്ലെ. നമ്മൾ ഒരാൾ വിളിക്കില്ലേ, ഹേ രാമ, ഹേ ബാല, ഹേ കൃഷ്ണ എന്നൊക്കെ വിളിക്കുമ്പോഴാണ് എന്ത്? അതാണ് സംബോധന അല്ലെ. അല്ലയോ ജനങ്ങളെ അല്ലെ. ഇവിടെ ഈ ആശ്ചര്യചിഹ്നത്തിന് തൊട്ട് മുമ്പുള്ളതായിരിക്കും എന്ത്? സംബോധനാരൂപം. അത് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്ത് നോക്കൂ. തന്നോ ഹംസ പ്രചോദയാൽ കസ്യാഹ സംസ്ഥായാഹ ധ്യേയവാക്യം ഭവതി. അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ് ധ്യേയവാക്യങ്ങൾ അല്ലെ. ധ്യേയവാക്യങ്ങൾ നമ്മുടെ ചോദ്യത്തിൽ എപ്പോഴും ചോദിക്കാറുണ്ട്. എല്ലാ ക്ലാസ്സിലും 5 മുതൽ 10 വരെയുള്ളതായ ക്ലാസ്സിൽ അതാത് സ്റ്റാൻഡേർഡ് അനുസരിച്ച് സ്ഥരാനുസാരം ധ്യേയവാക്യങ്ങൾ ചോദിക്കും. ഇവിടെ ചോദിച്ച ചോദ്യം എന്താണ്? തന്നോ ഹംസ പ്രചോദയാൽ എന്നത് ഏത് സ്ഥാപനത്തിന്റെ ധ്യേയവാക്യമാണ് എന്നുള്ളതാണ്. സാധാരണ ഇപ്പോഴും നമ്മൾ എന്താണ് ശന്നോ വരുണ, സത്യമേവ ജയതേ. സത്യമേവ ജയതേ എന്നുള്ളത് ഭാരത സർക്കാരിന്റെ ധ്യേയവാക്യമാണ്. സത്യമേവ ജയതേ ഭാരത സർക്കാർ, ഭാരത സർവകാര. നിങ്ങൾ എഴുതിയെടുക്കുന്നെങ്കിൽ പെട്ടെന്ന് എഴുതിയെടുത്തോ. ഇവിടെ തന്നോ ഹംസപ്രചോദയാൽ എന്നുള്ളത് ശ്രീരാമകൃഷ്ണ മഠത്തിന്റെയാണ്. തന്നോ ഹംസപ്രചോദയാൽ ഇത്തി ധ്യേയവാക്യം ശ്രീരാമകൃഷ്ണ മഠം. സത്യമേവ ജയതേ എന്നുള്ളത് ഭാരത സർവകാര, ഭാരത സർക്കാരിന്റെ ധ്യേയവാക്യമാണ് സത്യമേവ ജയതേ. അതുപോലെ ഒരിക്കൽ ചോദിച്ച ചോദ്യമാണ് കണ്ണൂർ സർവകലാശാലയുടെ ധ്യേയവാക്യം എന്താണ്? കണ്ണൂർ സർവകലാശാലായാः ധ്യേയവാക്യം ഭവതി തമസോമാ ജ്യോതിർഗമയ. തമസോമാ ജ്യോതിർഗമയ ഇതി
കണ്ണൂർ സർവകലാശാലായാഹ ധ്യേയവാക്യം ഭവതി. പിന്നീട് നമ്മുടെ സംസ്കൃത സർവകലാശാലയുണ്ട് അല്ലെ, സംസ്കൃത സർവകലാശാലയുടെ ധ്യേയവാക്യം അതും കൂടി എഴുതിക്കോ. സംസ്കൃത സർവകലാശാല എന്ന് എഴുതുക, ഒരു ഹൈഫൺ ഇടുക, എന്നിട്ട് എഴുതുക ജ്ഞാനാദേവതു കൈവല്യം. ജ്ഞാനാദേവതു കൈവല്യം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സംസ്കൃത വിദ്യാർത്ഥികളായതുകൊണ്ട് നമ്മൾ അത് അറിയണം. ജ്ഞാനാദേവതു കൈവല്യം എന്നുള്ളത് സംസ്കൃത സർവകലാശാലയുടേതാണ്. ഓക്കെ, ബാക്കിയുള്ളത് ഞാൻ പിന്നീട് ധ്യേയവാക്യങ്ങൾ നമുക്ക് പറയാം. ഇപ്പോഴും തന്നോഹംസ പ്രചോദയാൽ എന്നുള്ളത് ശ്രീരാമകൃഷ്ണ മഠത്തിൻ്റെതാണ്. ഇത് ലേശം ടഫായൊരു ചോദ്യമാണ്, ഇത്ര ടഫ് ചോദിക്കാറില്ല. ഓക്കെ, പിന്നെ പൊതുവെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് ഏറ്റവും ടോപ്പിലെത്തുന്ന 30 കുട്ടികൾക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുക. അപ്പോൾ നമ്മൾ എന്ത് വേണം, ചിലപ്പോൾ 1-2 മാർക്കിനായിരിക്കും, 1 മാർക്കിന്, അര മാർക്കിനൊക്കെ സ്കോളർഷിപ്പ് നഷ്ടപ്പെടുക. അപ്പോൾ ഓരോ വിദ്യാഭ്യാസ ജില്ലയിലും ആദ്യത്തെ 30 റാങ്കിനുള്ളിൽ നമ്മൾ എത്തിപ്പെട്ടാൽ നമുക്ക് സ്കോളർഷിപ്പ് കിട്ടും. ഓക്കെ, അത് സന്ദർഭവശാൽ പറഞ്ഞേ ഉള്ളൂ. ഇനി നോക്കിയാൽ 18ാമത്തെ ചോദ്യം. 18ാമത്തെ ചോദ്യം എന്താ? നിദാഘാഭിഹത കിം കാംക്ഷതി. വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞതായ പേജിലേക്ക് പോയിക്കോ. 69ാമത്തെ പേജില് ഒന്ന് എടുത്താൻ. 69ാമത്തെ പേജ് മക്കൾ എടുത്തോ. ടെക്സ്റ്റ് ബുക്കിൽ 69ാമത്തെ പേജ് എടുക്കും മക്കളെ. എടുത്തല്ലോ അല്ലെ? ആ 69ാമത്തെ പേജില് അതേ ശ്ലോകം തന്നെ. യഥാ ഹിമാർത്തോ ജ്വലനം നിഷേവതേ ഹിമം നിദാകാഭിഹതോപികാംക്ഷതി അല്ലെ? ആ 2ാമത്തെ വരിയിൽ നിന്നും വന്നതായ ഒരു ചോദ്യമാണ്. എന്താണ് ഉത്തരം? ഹിമം അല്ലെ? നിദാകാഭിഹത കിം കാംക്ഷതി, ഹിമം എന്നുള്ള ഉത്തരമാണ്. അപ്പൊ എന്താ പറഞ്ഞു വന്നത്? ഈ ശ്ലോകം നമ്മൾ പഠിക്കണം എന്നർത്ഥം. ശ്ലോകങ്ങളൊക്കെ നമ്മൾ ബൈഹാർട്ടാക്കണം. ഓക്കെ അല്ലേ? ഇനി അടുത്ത ചോദ്യം നോക്കിയാൽ, ഗണിത തിലകസ്യ കർത്താക്കഹ. ഗണിത തിലകത്തിന്റെ കർത്താവ് ആരാണ് എന്നാണ് ചോദിച്ച ചോദ്യം. അത് നമ്മുടെ ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ആ ടെക്സ്റ്റില് നമ്മുടെ ഏതാ പാഠം? ആര്യഭടീയവുമായി ബന്ധപ്പെട്ട ആ പാഠത്തിൽ നിന്ന് ചോദിച്ച ചോദ്യമാണ്. എന്താ ചോദ്യം? ഗണിത തിലകസ്യ കർത്താക്കഹ അല്ലെ? അപ്പോ അതിന്റെ കർത്താവ് ആരാണ്? ശ്രീപതിഹി എന്നാണ് ഉത്തരം. 62ാമത്തെ പേജ് എടുത്ത ടെക്സ്റ്റ് ബുക്കില്, ടെക്സ്റ്റ് ബുക്ക് എല്ലാവരുടെ കയ്യിലും വേണേ, എങ്കിൽ മാത്രമേ നമ്മൾ ക്ലാസ് മുന്നോട്ട് പോവുകയുള്ളൂ. 62ാമത്തെ പേജില് 62 അതില് കുറെ ആൾക്കാരുടെ ശാസ്ത്രകാരന്മാര്, ഗ്രന്ഥം, ഇതൊക്കെ കാണാം. അത് നിങ്ങൾ എന്ത് വേണം? പഠിക്കണം. അതിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. ഗണിത തിലകസ്യ കർത്താക്കഹ ശ്രീപതിഹി. ഓക്കെ, ഇവിടെ ഓപ്ഷൻ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? അത് നന്നായിട്ട് പഠിക്കുക തന്നെ വേണം. ഇനി അടുത്ത ചോദ്യം നോക്കിയാൽ, ഹൃദയ ശബ്ദയോഗേ കാ വിഭക്തി. അപ്പൊ ഹൃദയ ശബ്ദയോഗത്തിൽ ഏതാണ് വിഭക്തി എന്നാണ് ചോദ്യം. നമുക്ക് പഠിച്ചതാണ് പഞ്ചമി വിഭക്തിയാണ്. ഹൃദയ ശബ്ദയോഗേ പഞ്ചമി വിഭക്തി. അതുപോലെ കുറച്ച് ശബ്ദങ്ങളുടെ യോഗത്തിൽ ചില വിഭക്തികൾ പഠിക്കാനുണ്ട്. ഒന്ന് എഴുതിക്കോ. ഹൃദയ ശബ്ദയോഗേ പഞ്ചമി. ഒരു ഉദാഹരണം വേണമെങ്കിൽ എഴുതിക്കോ. ഗൃഹേ ലവണാത് ഹൃദേ. ലവണമാണ് ഉപ്പ്. ഗൃഹേ ലവണാത് ഹൃദേ സർവം അസ്തി. എന്താ അർത്ഥം? വീട്ടില് ഉപ്പൊഴികെ ബാക്കിയെല്ലാം ഉണ്ട് എന്നർത്ഥം. മനസ്സിലായ? അപ്പൊ ഹൃദയ എന്ന് പറഞ്ഞാൽ കൂടാതെ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഹൃദയ ശബ്ദയോഗേ പഞ്ചമി. സ്പീഡാവുന്ന മക്കൾ പറയണേ, കാരണം നമ്മൾ നേരിട്ട് കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. നേരിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതുന്ന ഞാൻ കാണും, നിങ്ങൾക്ക് എഴുതി കഴിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലാകും. അപ്പൊ ഒന്നുകൂടെ പറയാമോ? ഹൃദയ ശബ്ദയോഗേ പഞ്ചമി. അതിന്റെ ഉദാഹരണം ഇങ്ങനെയാണ്. ഗൃഹേ ലവണാത് ഹൃദേ സർവം സന്ധി. ഗൃഹേ ലവണാത് ഹൃദേ സർവം സന്ധി. വീട്ടില് ഉപ്പൊഴികെ ബാക്കിയെല്ലാം ഉണ്ട്. ഹൃദയ എന്ന് പറഞ്ഞാൽ കൂടാതെ, ഒഴികെ എന്നുള്ള അർത്ഥം. ഇപ്പൊ ഹൃദയ ശബ്ദയോഗേ പഞ്ചമി.
ഇത് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും. എങ്ങനെ ചോദിക്കാം? ഗൃഹേ ഡാഷ് ഹൃദേ സർവം സന്ധി, ബ്രാക്കറ്റിൽ ലവണം എന്നുണ്ടാകും. ഇപ്പോൾ നമുക്ക് എന്തറിയണം? ലവണം എന്ന ശബ്ദത്തിന്റെ പഞ്ചമി വിഭക്തി നമ്മൾ അറിയണം. ഇപ്പൊ ലവണാദി എന്നാണ് പഞ്ചമി. അത് നമ്മൾ 5ാം ക്ലാസ്സിലെ ശബ്ദങ്ങളൊക്കെ വിഭക്തികളൊക്കെ പഠിക്കുന്നതാണ്. അത് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മൾ എത്രയും മനസ്സിലാക്കണ്ടു? പഞ്ചമി വിഭക്തി എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഹൃദയ എന്ന ശബ്ദമാണ് എങ്കിൽ അത് പഞ്ചമി ആയിരിക്കും. അവിടെ ഉത്തരം ഒന്ന് പറഞ്ഞുതരോ മോനെ? 62ാമത്തെ പേജ് എടുക്ക്, ടെക്സ്റ്റ് ബുക്ക്. മോന്റെ കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടാ? 62ാമത്തെ പേജ് ഉണ്ടാ മോനേല്? 62 പേജ് നമ്പർ 62. അതിൽ നോക്കിയാൽ ഒരു ചാർട്ട്, ഒരു പട്ടിക കണ്ടു. ആ പട്ടികയിൽ കുറെ ആൾക്കാരുടെ പേര് കണ്ടില്ലേ? ആ പേരിന്ന് ഒരു പേര് നിർബന്ധമായിട്ട് ചോദിക്കും കേട്ടാ. അതിൽ നോക്കൂ, ഗണിത തിലകം ശ്രീപതിന്ന് കണ്ടില്ലേ മോനെ? ഓക്കെ. അപ്പൊ ഹൃദയ ശബ്ദയോഗേ പഞ്ചമി. ഇനി നോക്കൂ, അതേപോലെയുള്ളതായ 3-4 ചോദ്യങ്ങൾ എങ്ങനെ വരും നോക്കാം. സഹശബ്ദയോഗേ തൃതീയ. നിങ്ങൾ 9ാം ക്ലാസ്സുകാരായതുകൊണ്ട് ഞാൻ പ്രത്യേകം സ്ലൈഡൊന്നും ആക്കിയിട്ടില്ല. കാരണം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതിന്റെ ആവശ്യമില്ല, സ്ലൈഡിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഒരു പ്രസന്റേഷൻ ഒന്നും ആക്കിയിട്ടില്ല. നേരിട്ട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുക എന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോ ഹൃദയ ശബ്ദയോഗേ പഞ്ചമി. സഹ സാഗം സാർദ്ധം സമം. ഒന്നുകൂടി പറയാ. സഹ ഹകാരാണ്, കുത്തല്ല, കൂടെ എന്നർത്ഥം. സഹ വിസർഗിട്ടാല് അവന്ന അർത്ഥം. അപ്പൊ ഇവിടെ സഹ കോമ സാക്കം. സാക്കം സാ കഴിഞ്ഞിട്ട് കാക്കയുടെ ക, സാക്കം. പിന്നെയോ സാർദ്ധം, അർദ്ധം, സാർദ്ധം കോമ സമം. ഈ പദങ്ങളുടെ യോഗത്തിൽ തൃതീയ വിഭക്തി അല്ലെ? മാതാ, ഒരു ഉദാഹരണം വേണമെങ്കിൽ എഴുതിക്കോ. മാതാ പുത്രേണ സഹ ഗച്ഛതി. ഈ സഹ എന്ന് പറഞ്ഞാലും സാഗം എന്ന് പറഞ്ഞാലും സാർദ്ധം എന്ന് പറഞ്ഞാലും സമം എന്ന് പറഞ്ഞാലും കൂടെ എന്നാണ് അർത്ഥം. അപ്പൊ ഒരു ഉദാഹരണം, മാതാ പുത്രേണ സഹ ഗച്ഛതി, ഇല്ലേ? പുത്രേണ സാർദ്ധം ഗച്ഛതി, പുത്രേണ സമം ഗച്ഛതി, പുത്രേണ സാഗം ഗച്ഛതി എന്നൊക്കെ പറഞ്ഞാൽ കൂടെ പോകുന്നു എന്നർത്ഥം. ഓക്കെ. അപ്പൊ ചിലപ്പോൾ ആ ചോദ്യം ഇങ്ങനെ വരും, മാതാ ഡാഷ് സഹ ഗച്ഛതി, ബ്രാക്കറ്റിൽ പുത്രഹ എന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾ എന്ത് എഴുതണം? പുത്രേണ എന്ന് എഴുതേണ്ടി വരും, തൃതീയ വിഭക്തി. ഓക്കെ അല്ലേ? ഇതേപോലെ 16ന്റെ ഉത്തരം എന്താ മോളെ? 16ന്റെ ഉത്തരം മാഷ് പറഞ്ഞില്ലേ? 16ന്റെ ഉത്തരത്തിനാണ് മാഷ് പറഞ്ഞത് 69ാമത്തെ പേജ് എടുക്കാൻ വേണ്ടിയിട്ട്. മോൾ ഇപ്പോഴാണോ വന്നത്? ഈ ഇമോജി ഒന്ന് ഇടുന്ന ഇതാക്കാൻ പറ്റുമോ? എങ്ങനെ? അല്ല ഒന്നുമില്ല, ഇവിടെ ആരോ ഇങ്ങനെ ഇമോജി ഇട്ടിട്ട് ഈ സ്ക്രീൻ ബ്ലോക്ക് ആവുന്നുണ്ട്, അത് പറഞ്ഞ. ഇമോജി ഇടുന്നത് നിങ്ങൾക്ക് തന്നെ ഇവിടെ സെറ്റിംഗ്സിൽ പോയിട്ട് പിന്നെ റിയാക്ഷൻസിന്റെ അത് ഓഫ് ആക്കി വെക്കാൻ പറ്റും. നിങ്ങൾക്ക് ആരിടുന്ന ഇമോജിയും കാണാൻ പറ്റൂല. അപ്പോൾ നിങ്ങളെ സെറ്റിംഗ്സിൽ പോയിട്ട് അത് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ. 16ാമത്തെ ചോദ്യമാണോ മോള് ചോദിച്ചത്? അവിടെ ഞാൻ പറഞ്ഞല്ലോ, സംബോധനാ പദം എന്നുള്ളത് ഭോജന. ഇത് സംബോധനാ പദവുമായി ബന്ധപ്പെട്ട് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഭോജന എന്നുള്ളതാണ് അവിടെ ഉത്തരം. പിന്നെ എന്താ, ഇപ്പോഴ് എല്ലാം പോയില്ലേ? എന്താ പ്രശ്നം? ഇടയ്ക്ക് നമുക്ക് അങ്ങനെ ചോദ്യം വരുമ്പോൾ എവിടെ എത്തിയെന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് പ്രസാദ് മാഷ് ആദ്യം പറഞ്ഞത് നിങ്ങൾ സംശയം എഴുതി വെക്കുക, നന്നായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ അത്രയും വിശദമായിട്ട് ഓരോ ചോദ്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. സ്റ്റെക്കാകുന്നു, മനസ്സിലാവുന്നില്ല, അത് എന്റെ കുഴപ്പമാണോ എന്നുള്ള മറ്റുള്ളവരാ പറയേണ്ടത്. പ്രസാദ് മാഷെ സ്റ്റെക്കാവുന്നുണ്ടോ എനിക്ക്? ഇല്ല 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 ഇല്ല. മോളെ അവിടെ നെറ്റ്വർക്കിന്റെ കുഴപ്പമാണ് കേട്ടാ. അത് ഒരു കാര്യം ചെയ്താൽ മതി. ഈ പിന്നെ സംശയമുള്ളതൊക്കെ മോളൊന്ന് ഇതിലേക്ക് എഴുതിയിട്ടാൽ മതി. ഇപ്പോഴല്ല, അവസാനം മറുപടി പറയാം കേട്ടോ. അവസാനം ഇപ്പോഴല്ല, ഒരു 8:30 ആകുമ്പോഴേ നമുക്ക് നിങ്ങളുടെ സംശയത്തിന് മറുപടി പറയാം. ഓക്കെ, 8:35 ശേഷം. അപ്പോൾ അത്ര വരെ നിങ്ങൾ എന്ത് ചെയ്യുക? കേട്ടിരിക്കുക. എല്ലാ സംശയങ്ങളും നിങ്ങൾ എഴുതി വെക്കുക. ഇല്ല സർ, ക്ലിയർ ഇല്ലാത്ത നിങ്ങളുടെ ഒരു കുഴപ്പമാണ്. നിങ്ങളുടെ കുഴപ്പമല്ല, നെറ്റ്വർക്കിന്റെ കുഴപ്പമാണ്. ഓക്കെ, നിങ്ങൾക്കൊരു കുഴപ്പമില്ല കേട്ടോ. ഓക്കെ,
അപ്പോ ഹൃദയശബ്ദയോഗെ പഞ്ചമിയാണ് പറഞ്ഞു. സഹസാർദ്ധം സമം യോഗെ തൃതീയ എന്ന് പറഞ്ഞു. ഇനി അടുത്തത് നോക്കൂ, ബഹിശബ്ദയോഗെ, ബഹി പറഞ്ഞ പുറത്ത്, ബഹിശബ്ദയോഗെ പഞ്ചമി ഗൃഹാത് ബഹിഹി, ബഹിശബ്ദയോഗെ പഞ്ചമി. അത് നമ്മൾ പഠിച്ചതാണ്. ഒക്കെ ഇതിൽ പാഠത്തിലുണ്ട്. പാഠം ചർച്ച ചെയ്യുമ്പോൾ അവിടെ ഒന്നും കൂടി വരും. അപ്പൊ ഇവിടെ ഒന്നും കൂടി പറഞ്ഞു, ഗൃഹാത് ബഹിഹി വൃക്ഷാഹ സന്ധി, വീട്ടിന് പുറത്ത് മരങ്ങൾ ഉണ്ട്. ഇതൊക്കെ വരുമ്പോൾ പഞ്ചമി വിഭക്തി വരും. ഓക്കെ, പിന്നെ കുറച്ചും കൂടി ഉണ്ട്. അത് നമുക്ക് പാഠപുസ്തകത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അടുത്തതായിട്ട് നോക്കൂ, യഥോചിതം യോജയതും. ഇവിടെ ചില കുട്ടികൾ ചെയ്യുന്നത് വർക്ക് എന്താണെന്ന് അറിയോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വരിയിടലാണ്. ഈ വരിയിട്ടാലൊന്നും ആരും നോക്കൂല. ചിലപ്പോൾ നിങ്ങൾ വരിയിടുമ്പോൾ ശരി ഉത്തരമായിരിക്കാം, പക്ഷെ നമ്മൾ എന്ത് ചെയ്യില്ല, അത് മൂല്യനിർണ്ണയം ചെയ്യുകയില്ല. നമ്മളെ മീൻസ് ആരാണോ മൂല്യനിർണ്ണയം ചെയ്യുന്നത് അവർ മൂല്യനിർണ്ണയം ചെയ്യുകയില്ല. അപ്പൊ ഇവിടെ നോക്കിയാൽ ഇവിടെ ഗണിതസാര സംഗ്രഹ, ഇതിന്റെ കർത്താവ് ആരാണ് എന്നാണ്. അതും ചോദ്യം 62-ാമത്തെ പേജിൽ നിന്നാണ്. 62-ാമത്തെ പേജ് ഒന്നുകൂടി എടുത്ത മക്കളെ, 62-ാമത്തെ പേജിലാണ് എന്തുള്ളത്, ഗണിതസാര സംഗ്രഹം എന്നുള്ളത്. അതിന്റെ മഹാവീരനാണ് ഉത്തരം. ഇത് നിങ്ങൾ 62-ാമത്തെ പേജിൽ ഉണ്ട് കേട്ടാ. ഗണിതസാര സംഗ്രഹ മഹാവീര തസ്യ കർത്താവ്, ഗണിതസാര സംഗ്രഹം വിധി ഗ്രന്ഥസ്യ കർത്താഭവതി മഹാവീര. അപ്പോൾ ഈ മഹാവീര എന്നുള്ളത് ഇതാ ഇവിടെ എടുത്തെഴുതണം, തെറ്റാതെ എഴുതണം. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് വരിയിട്ടാൽ നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാവില്ല എന്ന് ഒന്നും കൂടി പറയുന്നു. ഓക്കെ, അപ്പോൾ മഹാവീര. ഇനി അടുത്ത് നോക്കൂ, കുട്മളം. കുട്മളം എന്നുള്ളത് നമ്മുടെ ഓരോ യൂണിറ്റിന്റെ പേരാണ് അല്ലെ. 3-ാമത്തെ യൂണിറ്റിന്റെ പേരാണ് കുട്മളം. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഓരോ യൂണിറ്റ് പല്ലവം, പലാശം, കുട്മളം, പ്രസൂനം എന്നൊക്കെ പേരുണ്ട്. ആ പേരിന്റെ അർത്ഥങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഇവിടെ കുട്മളം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? മുകുളം എന്നാണ് പേര് അല്ലെ. അപ്പോൾ കുട്മളം എന്നതിന്റെ നേരെ എന്ത് ചെയ്യണം, മുകുളം എന്ന് എടുത്ത് എഴുതണം. ഇനി അടുത്തത് നോക്കിയാൽ സമീക്ഷ്യ. ഇത് നേരത്തെ മാഷ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സമീക്ഷ എന്നുള്ളത് നോക്കിയാൽ ഇവിടെ എന്തായാലും ഉള്ളത്, മുകുളം നമുക്ക് ഇവിടെ എഴുതി കഴിഞ്ഞു, മഹാവീരനും പോയി. ഇനി സുരപാലൻ, സുരപാലൻ സമീക്ഷ തമ്മിൽ യാതൊരു ബന്ധവുമില്ല, അതവിടെ നിൽക്കട്ടെ. ശാന്തി പർവ്വം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ശാന്തി പർവ്വം ഇവിടെ മഹാഭാരതവുമായിട്ടാണ് ബന്ധമുള്ളത്. അപ്പൊ ശാന്തി പർവ്വവും അല്ല. പിന്നെന്താണ്, ലബന്ധം അല്ലെ. അപ്പൊ ലബന്ധമാണ് എന്ത്, സമീക്ഷ, ക്ഷയിൽ അവസാനിച്ചുകൊണ്ട് ലബന്ധമായി. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കൂ, വൃക്ഷായുർവേദ. വൃക്ഷായുർവേദം സുരപാലനാണ്. അത് നമ്മൾ ഒരു പാഠം പഠിപ്പിക്കുന്നതായ വൃക്ഷങ്ങൾക്ക് ജീവനുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ആ പാഠവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അവിടെ വൃക്ഷായുർവേദസ്യ കർത്താഭവതി സുരപാലഹ എന്ന് പറയുന്നുണ്ട്. പിന്നീട് നോക്കൂ, മഹാഭാരതം, പിന്നെ ബാക്കിയൊന്നല്ലല്ലോ ശാന്തി പർവം. അപ്പോ എന്ത് ചെയ്യാ, ഇവിടെ നിന്നുള്ളതായ ഇതിന് യോജിച്ചതായ പദങ്ങള് ഇവിടെ നിന്ന് ഇവിടത്തേക്ക് എടുത്തെഴുതണം, വരക്കാൻ പാടില്ല. ഓക്കെ, ഇനി അടുത്തതായി നോക്കൂ. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ മാർക്ക് പോകുന്നതായ ഒരു ഭാഗമാണ് ഇവിടെ. പദച്ഛേദം ചെയ്യുമ്പോഴും അതുപോലെ ഈ കൂട്ടി എഴുതുമ്പോഴും നിങ്ങൾക്ക് തെറ്റും. അപ്പോൾ തെറ്റാതിരിക്കാൻ എന്ത് വേണം, നന്നായിട്ട് നമ്മുടെ പാഠത്തിലുള്ളതായ പദച്ഛേദങ്ങൾ നമ്മൾ നന്നായിട്ട് പഠിക്കണം. കാരണം പാഠത്തിലുള്ളതായ പദച്ഛേദങ്ങൾ മാത്രമാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ആ പാഠത്തിലുള്ളതായ പദച്ഛേദങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഇവിടുത്തെ ആ പദച്ഛേദം നിങ്ങൾ നോക്കിയാൽ എന്താ പദച്ഛേദം ഉള്ളത് ഇവിടെ? രോഗവിമുക്തി അപി. എന്താ വരിക ഇവിടെ? രോഗവിമുക്തി അപി എന്നുള്ള ആ രോഗവിമുക്തിരപി എന്ന് വരും അല്ലെ. ഞാൻ അതിനെപ്പറ്റി അധികം പറയണമില്ല തോന്നുന്നു, കാരണം നിങ്ങൾ അത് പഠിച്ചതാണ്, ഇവിടെ നമ്മുടെ പാഠത്തിലുള്ളതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. രോഗവിമുക്തിരപി എന്നുള്ളതാണ് അത് കൂട്ടി എഴുതുമ്പോൾ വരിക, രോഗവിമുക്തിരപി. ഓക്കെ, അടുത്തത് നോക്കൂ. അതും നമ്മുടെ ആ വൃക്ഷങ്ങളുടെ പാഠത്തിൽ നിന്നാണ്. വിനാബി അല്ലെ. വിനാബി എന്താണ്? വിനാബി തന്നെ.
ഓക്കെ, വെരി ഗുഡ്. അടുത്ത് നോക്കൂ, അടുത്ത ഇത്യസ്മാത് അല്ലേ? ഇത്യസ്മാത് എങ്ങനെ വെച്ച് ചെയ്യാം? ഇതി പ്ലസ് അസ്മാത്, ഇതി പ്ലസ് അസ്മാത് ഇത്യസ്മാത്. അതുപോലെ അപ്യൗഷധം, അപി പ്ലസ് ഔഷധം അപ്യൗഷധം. അതെ, ഇതി അസ്മാത്. ഓക്കെ, അപ്യൗഷധം അപി പ്ലസ് ഔഷധം. ഇനി അടുത്തത് നോക്കൂ, അതും നമ്മുടെ ടെക്സ്റ്റിലുള്ളതായ ഒരു ഭാഗമാണ് അല്ലെ? ഹിതോതർക്കം എന്നുള്ളത്. എന്താ ഹിതോതർക്കം? ഉദർക്കേഹിതം എന്നാണ് വരിക. എന്താണ് ഉദർക്കേഹിതം? ഹിതോതർക്കം. അത് പാഠപുസ്തകം ചർച്ച ചെയ്യുമ്പോൾ അതിലേക്ക് ഒന്നും കൂടി നമുക്ക് നോക്കാം. പാദപഹ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വൃക്ഷഹ എന്നാണ് അല്ലെ? പാദപഹ എന്ന് വൃക്ഷഹ എന്ന അർത്ഥം വരാൻ എന്താ കാരണം? പാദേന പിബതി. അപ്പോ പാദം കൊണ്ട്, കാലുകൊണ്ട്, വൃക്ഷങ്ങൾ കാലുകൊണ്ടല്ലേ വെള്ളം കുടിക്കുക അല്ലെ? കാല് പറഞ്ഞ എന്താ? അതിന്റെ വേര് അല്ലെ? ആ വേര് കൊണ്ടാണ് ജലം സ്വീകരിക്കുന്നത്, വെള്ളം കുടിക്കുന്നത്. അതുകൊണ്ട് അതിന് പാദപം എന്ന് പേര് വരുന്നു. അപ്പൊ എന്തായി? പാദൈഹി പിബതി എന്ന് പാദപഹ എന്നർത്ഥം. അതും സിമ്പിളാണ്. ഇനി ഗം ദ്യോതയതി. ഗദ്യോതഹ എന്ന് വേറെ പറയാനില്ലല്ലോ അല്ലെ? ഇത് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പറഞ്ഞതല്ലേ അല്ലെ? ഘം ദ്യോതേരി ഗദ്യോതഹ എന്ന് നമുക്കറിയാം. കാലയേവ ചക്രം, കാലചക്രം. ഇവിടെ എന്താ പറഞ്ഞത്? ഇവിടെ ഏകപദം, സമസ്ത പദമാണ് എഴുതേണ്ടത് അല്ലെ? ഇപ്പോ ഘം ദ്യോതേതി എന്നുള്ളത് ഗദ്യോതഹ, കാലചക്രം എന്നാണ് കാലയേവ ചക്രം എന്നുള്ളത്. അത് നമ്മൾ പാഠത്തിൽ പറയുന്നതാണ്. ഇനിയുള്ളത് നിങ്ങൾ വളരെ നന്നായിട്ട് ശ്രദ്ധിക്കണേ. ഇനിയുള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ തെറ്റ് വരുത്തുന്നത്. സംഗതി സിമ്പിളാണ്, പക്ഷെ നമ്മൾ തെറ്റി വരുത്തും. നമുക്കൊരു ഇഷ്ടമാണ് അല്ലെ? നോക്കിയാൽ ഡേഷ് മന്ദിരം ഗച്ഛാമഹ, ബ്രാക്കറ്റിൽ പറഞ്ഞത് അസ്മത് ശബ്ദമാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പൊ എന്താ ഈ അസ്മത് ശബ്ദം എന്ന് പറഞ്ഞാല്? ആരെങ്കിലും എഴുതിയിരുന്നുണ്ടാ? അസ്മത് ശബ്ദം ഇവിടെ എന്താ ഉത്തരം വരിക എന്ന് ആർക്കും അറിയോ? അഹം. അതല്ല, അതെ, അഹം ആവായം. അതെ, ഓക്കെ, മതി. ഒരാൾ ഓക്കെ. ഇവിടെ വയം എന്നാണ് ഉത്തരം വരിക അല്ലെ? ഇവിടെ ഉത്തരം വരുന്നതാണ് വയം. കാരണം ഗച്ഛാമഹ എന്നുള്ളത് കൊണ്ട് വയം എന്നാണ് ഉത്തരം വരിക. അതെങ്ങനെയാണ് അങ്ങനെ ഉത്തരം വരുന്നതെന്ന് നമുക്ക് ലാസ്റ്റ് ഒന്ന് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പൊ വയം വരുമ്പോഴാണ് ഗച്ഛാമഹ എന്ന് വരിക. അതെങ്ങനെ വരുന്നതെന്ന് ലാസ്റ്റിൽ ഒരു 2 മിനിറ്റ് കൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞുതരാം. മോനെ, അഹമല്ല, വയമാണ് കേട്ടാ. അസ്മത് ശബ്ദ എന്ന് പറഞ്ഞാൽ അഹം ആവാം വയമാണ്. ഇവിടെ ഗച്ഛാമഹ എന്നതാണ് ക്രിയ. അപ്പോ സംസ്കൃത ഭാഷയുടെ ഒരു പ്രത്യേകത എന്താണ്? ക്രിയ അറിഞ്ഞാല് നമുക്ക് കർത്താവ് ആരാണ് എന്ന് മനസ്സിലാകും അല്ലെ? കർത്താവിനനുസരിച്ച് ക്രിയ മാറിക്കൊണ്ടിരിക്കും. ഇവിടെ ഗച്ഛാമഹ എന്നുള്ളതാണ് ക്രിയ. ഇപ്പൊ ഗച്ഛാമഹ എന്ന് ക്രിയ വരുന്നതായ സമയത്ത് അതിന്റെ കർത്താവ് വയമായിരിക്കും. അത് മാഷി ലാസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം കേട്ടാ. പിന്നെ നോക്കിയാൽ പിതാ ഡേഷ് ആഗച്ഛതി, ബ്രാക്കറ്റിൽ കാര്യാലയം ഉള്ളത്. ഇവിടെ ഇതിന്റെ ഉത്തരം ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ. ഇതാ ഈ ഡേഷ് എന്നില്ലെങ്കിൽ എഴുതുന്നുണ്ട്. ചില കുട്ടികൾ ഇവിടെ എങ്ങനെയെങ്കിലും ചുരുക്കി എഴുതും. അങ്ങനെ ആകേണ്ട, ഇവിടെ വിശദമായിട്ട് നിങ്ങൾക്ക് ഉത്തരം എഴുതാണ്ട് സൗകര്യമുണ്ട്. അപ്പൊ ഇവിടെ പിതാ ഡേഷ് ആഗച്ഛതി, അച്ഛൻ വരുന്നു. അപ്പൊ എവിടെ നിന്ന്? ഇവിടെ ബ്രാക്കറ്റിൽ കാര്യാലയമുണ്ട്. അപ്പൊ എന്ത് വേണം? കാര്യാലയാത് ആഗച്ഛതി, പിതാ കാര്യാലയാത് ആഗച്ഛതി എന്നാണ്. ഇനി നന്നായിട്ട് ശ്രദ്ധിക്കണേ. അടുത്തത് നോക്കോ. അടുത്ത് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയുന്നവർ നോക്കട്ടെ. രാമഹ ഡേഷ് മാലാം ദദാതി, ബ്രാക്കറ്റിൽ സീത എന്നാ ഉള്ളത്. സീത അല്ല, ആണ്. മതി, ഇനി ആരും പറയണ്ട. ഓക്കെ, സീതായൈ ആണ്. നോക്കണേ, സീതായൈ അത് നമുക്ക് എങ്ങനെ കിട്ടുക? ദാനക്രിയായാം ചതുർത്ഥി. എഴുതിക്കോ, നോട്ടിൽ എഴുതിക്കോ. ദാനക്രിയായാം ചതുർത്ഥി. രാമഃ സീതായൈ ദദാതി. ഒന്നും കൂടി പറയുവോ? ഓ, തീർച്ചയായിട്ടും. ദാനക്രിയ,
ഒരാൾക്ക് നമ്മൾ ഒരു സാധനം കൊടുക്കുന്നതായ സമയത്ത് അതിനെയാണ് എന്താണ് ദാനക്രിയ എന്ന് പറയുക. ദാനക്രിയ ദദാതി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ചതുർത്ഥി വിഭക്തി ഉപയോഗിക്കണം. ഇവിടെ ചതുർത്ഥി വിഭക്തി വേണം. സീതായൈ. നമ്മൾ ആകാരാന്ത സ്ത്രീലിംഗം പഠിച്ചിട്ടില്ലേ? പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ നല്ല മക്കളാണ്, അതുകൊണ്ടാണല്ലോ നിങ്ങളെ സെലക്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ദദാതി എന്നുള്ളത് ദാനക്രിയ ആയതുകൊണ്ട് ഇവിടെ ചതുർത്ഥി വിഭക്തി ഉപയോഗിക്കണം. നമ്മൾ സീതാ ശബ്ദം പഠിച്ചതാണ്, ലതാ ശബ്ദം പഠിച്ചത് അല്ലേ? ലതാ ലതേ ലതാഹ, ലതാം ലതേ ലതാഹ, ലതയാ ലതാഭ്യാം ലതാഭിഹി ലതായൈ എന്ന് പറഞ്ഞ പോലെ സീതായൈ ചതുർത്ഥി വിഭക്തി. ഓക്കെ ആണല്ലോ? അപ്പോ ഇവിടെ മറ്റൊരു മോളൂട്ടി സീതായൈ എന്ന് വരും. സീതായൈ. രാമഹ സീതായൈ മാലാം ദദാതി. ഓക്കെ. ഇനി അടുത്ത് നോക്കിയാൻ ഡേഷ് പരിതഃ ഛാത്രാഹ ക്രീഡന്തി. ഇവിടെ ഒരാൾ വൃക്ഷം പരിതഃ അല്ലേ? അതെ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് ടെക്സ്റ്റ് ബുക്കില് 11ാമത്തെ പേജിൽ നമുക്കുണ്ട് അല്ലേ? വൃക്ഷം പരിതഃ. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ 11ാമത്തെ പേജിലുണ്ട് പരിതഃ ശബ്ദയോഗേ ദ്വിതീയ. അപ്പൊ ചിലപ്പോ ചോദ്യം ഇങ്ങനെ ആയിരിക്കും, പരിതഃ ശബ്ദയോഗേ കാ വിഭക്തി. അപ്പൊ നമ്മൾ എന്ത് വേണം? ദ്വിതീയ. വെരി ഗുഡ്. പരിതഃ ശബ്ദയോഗേ ദ്വിതീയ. അപ്പൊ വൃക്ഷം പരിതഃ എന്നാണ് വരിക. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്തത് നോക്കൂ. കിം ഗണേ ന അന്തർഭവതി. കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്ന ചോദ്യം കേട്ടാ. കൂട്ടത്തിൽ പെടാത്തത് ഏത് നോക്കിയാൻ? അയനം കാനനം വിപിനം. അയനം എന്നുള്ളതാണ് കൂട്ടത്തിൽ അല്ലെ? കാനനം പറഞ്ഞാലും വിപിനം പറഞ്ഞാലും കാട് എന്നർത്ഥം. അയനമാണ് ഉത്തരം. ഇനി നിങ്ങൾ പറയല്ലേ? ഇനി പറയല്ല. അപ്പൊ അയനം എന്നുള്ളതാണ് ഇവിടെ കൂട്ടത്തിൽ പെടാത്തത്. അപ്പൊ ഈ അയനം എന്നുള്ളത് അടിക്ക് വരച്ചാൽ പോരാ. ഈ അയനം എന്നുള്ളത് ഇതാ ഇവിടെ കെടുത്തെഴുതണം, ശ്രദ്ധിച്ചെഴുതണം. ഇനി നോക്കിയേ, വിജ്ഞായ നിലീയ ജനായ. നമ്മൾ നേരത്തെ ലബന്ധം പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇവിടെ വിജ്ഞായ നിലീയ ജനായ. ഇതില് നിലീയ എന്നല്ല, ജനായ. കാരണം എന്താ? വിജ്ഞായ എന്നുള്ളതും നിലീയ എന്നുള്ളതും ലബന്ധമവ്യയമാണ്. ജനായ എന്നുള്ളത് വിഭക്തിയാണ് അല്ലേ? ഓക്കെ, ജനായ. ഓക്കെ. അടുത്ത നോക്കിയാൻ ആര്യഭട ബ്രഹ്മഗുപ്ത അശ്വഘോഷ. മറ്റേ ഇവരൊക്കെ ആര്യഭടനും ബ്രഹ്മഗുപ്തനൊക്കെ എന്താണ്? ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ്. അശ്വഘോഷൻ കാവ്യം അല്ലെ? സൗന്ദരനന്ദം ഇത് കാവ്യസ്യ കർത്താഭവതി അശ്വഘോഷ. ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്ത് 41ലേക്ക് എത്തി. നമ്മൾ ശ്രദ്ധിക്കണേ. സ്ഥൂലാക്ഷരൈഹി ദത്തം പദം പരിഷ്കൃത്യ വാക്യം ശുദ്ധീകരോതു എന്നാ പറഞ്ഞത്. സ്ഥൂലാക്ഷരം പറഞ്ഞാൽ തടിച്ച അക്ഷരം എന്ന് പറഞ്ഞാൽ കട്ടിയാക്കി എഴുതിയത്. ഇവിടെ നോക്കിയാൽ നദി എന്നുള്ളത് കട്ടി കൂടിയിട്ടുണ്ട് അല്ലേ? അപ്പൊ നദീ ജലം നിർമ്മലം അസ്തി. അപ്പൊ നമ്മൾ ഇവിടെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ത് വേണം? ഗച്ഛാമി. അത് ശരിയാണ് മോളെ. ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടാ. അത് ലാസ്റ്റ് പറഞ്ഞുതരാൻ പറഞ്ഞില്ലേ? അത് ഗച്ഛാമി വരുമ്പോൾ അഹം വരും. ഞാനത് ലാസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ. അപ്പൊ നമ്മള് പിന്നെ ഇവിടെ നോക്കിയേ, നദീ ജലം നിർമ്മലം അസ്തി. ഇവിടെ ഈ നദി എന്നെടുക്ക എന്തോ ഒരു തെറ്റുണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മളത് ശരിയാക്കണം. എങ്ങനെയാ ശരിയാക്കാം? അതിന്റെ ശരിയായ രൂപം എങ്ങനെയാ വരിക? നദ്യാഹ ജലം അല്ലെ? നദിയിലെ നദ്യാഹ. എഴുതിയിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നദ്യാഹ എന്ന ഉത്തരേ. ഓക്കെ, നദിയിലെ ജലം. പ്രിയ മിത്രസ്യ സാഗം ആപണം ഗച്ഛതി. ഇവിടെ മിത്രേണ. വെരി ഗുഡ്. അടിപൊളി. നേരത്തെ പറഞ്ഞ അല്ലെ? സാഗം സഹ സാർദ്ധം യോഗേ തൃതീയ. അപ്പൊ ഇവിടെ മിത്രസ്യ എന്നുള്ള ഷഷ്ടിയാണ്. അപ്പൊ എന്ത് വേണം? മിത്രേണ എന്ന് വേണം. വെരി ഗുഡ്. ഓക്കെ. ഇനി നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ് വർഷം, സംഖ്യകളെ എങ്ങനെയാണ് സംസ്കൃതത്തിൽ എഴുതുക എന്നുള്ളത്. തെറ്റാതെ എഴുതാൻ പഠിക്കണം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അതുണ്ട്.
ആ വർക്ക് ഉണ്ട്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനും സ്ലൈഡ് ആക്കിയിട്ടില്ല. കാരണം സ്ലൈഡ് ആക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ വലിയ മക്കളാണ്. അതുകൊണ്ടാണ് 9ാം ക്ലാസ്സിലെ മക്കൾക്ക് ഞാൻ സ്ലൈഡ് ആക്കിയിട്ട് ക്ലാസ് എടുത്താൽ നിങ്ങൾക്കൊരു മോശമായതുകൊണ്ടാണ് ഞാൻ സ്ലൈഡ് ആക്കാത്തത് കേട്ടോ. അപ്പോൾ ഇതിന് സ്ലൈഡിന്റെ ആവശ്യമില്ല. ഞാൻ ആദ്യം പറഞ്ഞു ഈ അക്കങ്ങൾ നിങ്ങൾ പഠിക്കണം എന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പോൾ അക്കങ്ങൾ നിങ്ങൾ പഠിച്ചിട്ട് ഇത് ഏത് വർഷമാണ് എന്ന് നമുക്ക് ആദ്യം ഒന്ന് പറഞ്ഞു നോക്കിയേ. ഇത് ഏത് വർഷമാണ് വരിക? 2025 അല്ലേ? അപ്പൊ ഈ വർഷം ചിലപ്പോൾ 2026 ഒക്കെ ചോദിക്കും. ഇപ്പൊ 2025 എങ്ങനെ പറയാ? സംസ്കൃതത്തില് മലയാളത്തിൽ നമ്മൾ എങ്ങനെ പറയാ? 2025 ഇങ്ങനെ പറയും, ഇങ്ങനെ എഴുതും. പക്ഷെ സംസ്കൃതത്തിലോ സംജ്ഞാനം വാമതോഗതി, ഇവിടുന്ന് ഇങ്ങോട്ടാ എഴുതുക. ആദ്യം 5 പറയും, പിന്നെ 2 പറയും, പിന്നെ 0, പിന്നെ 2 അങ്ങനെ പറയാ. ഇപ്പൊ ഇത് സ്ക്രീൻ കാണുന്നില്ലേ? അയ്യോ, ഞാൻ കാണുന്നുണ്ടല്ലോ. ഇപ്പൊ നോക്കിയാൻ അതൊരാൾ എഴുതിയിട്ടു അല്ലെ? 25,000 5,20,000. ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 25 പ്ലസ് അധിക എന്ന് വരുമ്പോൾ 25 എന്ന് വരും. ശ്രദ്ധിക്കണേ, ഇവിടെയാണ് കുട്ടികൾ തെറ്റുക. ഒരു മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മള് 2030 ആണെങ്കിലോ അതെ, ഇത് 25,000. അപ്പൊ 2030 ആണെങ്കിൽ എങ്ങനെയാ പറയാൻ പറ്റുമോ? ഒരാൾ പറഞ്ഞാൽ മതി. വെരി ഗുഡ്. അവിടെ ത്യധിക വരില്ല അല്ലെ? മോളെ തെറ്റാണ്. 30 എന്നല്ല, അത് പറയാനാ ഞാൻ പോകുന്നത്. ശ്രദ്ധിക്കണേ, ഇനി ആരും പറയല്ലേ. 30 എന്നേ പറയൂ. അവിടെ ത്യധിക വരില്ല കേട്ടാ. 30 പ്ലസ് അധിക 30. ഇവിടെ വരുമ്പോ ത്യ എന്ന് വരിക. അപ്പൊ ഇവിടെ 25 പ്ലസ് അധിക എന്ന് പറയുമ്പോൾ 25 എന്ന് വരുന്നു. അപ്പൊ 25,000. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ നന്നായിട്ട് പറയുന്നുണ്ടല്ലോ. അടുത്ത് നോക്കിയാൽ 1947 അല്ലെ? 1947 എന്താ പറയാ? സ്ക്രീൻ ബാക്കി എല്ലാവരും കാണുന്നുണ്ടല്ലോ. നമ്മളാ ഫോണ് ശരിക്ക് പിടിക്ക്. ഒന്ന് ബേക്ക് അടിച്ചിട്ട് ഒന്നും കൂടി ഇതിലേക്ക് വാ, എന്നാ കാണും. 1947 നോക്കണേ. അപ്പൊ 47 എന്താണ് പറയുക? 7,40 അല്ലേ? അപ്പോ 7,40,900. കാരണം അവിടെ 1000 ഉള്ളൂ. അപ്പൊ ഏകസഹസ്രം പറയേണ്ട ആവശ്യമില്ല, സഹസ്രം പറഞ്ഞാൽ മതി. ഒന്നുകൂടി പറയാ, 7,40,900 എന്ന് പറഞ്ഞാൽ മതി. 7,40,900 അങ്ങനെയും പറഞ്ഞോ, അങ്ങനെയും പറയാം. ഇനി ഉത്തരം ഒഴിവാക്കിയിട്ട് 900,000 എന്ന് പറഞ്ഞാലും മതി കേട്ടാ. 1000 ഉണ്ട്. അപ്പൊ 2000 ആണെങ്കിലോ 900,000 എന്ന് പറയണം. ഉത്തരം പറയാ, അധികം പറയാ, അതൊക്കെ പറയാം കേട്ടാ. അത് പല രീതിയിലാണ് നമ്മൾ സംഖ്യയെ പറ്റി പഠിച്ചിട്ടുള്ളത്, പല രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും. അതൊന്നും കുഴപ്പമില്ല. ഓക്കെ, ഇനിയുള്ളത് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ നിന്നും ചില പദങ്ങള്, അക്ഷരങ്ങള് അപ്പുറം ഇപ്പുറം ഇതിന് എന്ത് വേണം? ഒരു സാർത്ഥകമായ പദമാക്കണം. സാർത്ഥകം പറഞ്ഞാൽ അർത്ഥത്തോടു കൂടിയതായ ഒരു പദം ആക്കണം. വെരി ഗുഡ്. ഗണിത ഇത് രേഷ്മ ആദ്യം പഠിച്ചിട്ടുണ്ടല്ലോ. ഈ ക്വസ്റ്റ്യൻ ഗണിത ശാസ്ത്രജ്ഞ അല്ലെ? ഗണിത ശാസ്ത്രജ്ഞ. അപ്പൊ നമ്മൾ ഇത് എന്താ വേണ്ടി ഇങ്ങനെ അക്ഷരം കണ്ടാൽ നമ്മൾ ചെയ്യേണ്ടതാണ്, ഇവിടെ എവിടെയെങ്കിലും വിസർഗം ഇതാ ജ്ഞഹ. അപ്പൊ ഇതെന്താണ്? ഇത് അവസാനമായിരിക്കും. ഏകദേശമാണ്, ചിലപ്പോൾ ആയിരിക്കില്ല. ഇവിടെ ജ്ഞഹ എന്നുള്ളത് അവസാനമാണ്. അപ്പൊ ജ്ഞഹ എന്നുള്ളതിന്റെ മുമ്പ് എന്തായിരിക്കും? ത്രായായിരിക്കും. അപ്പൊ നമ്മൾ ഏത് രീതിയിൽ ഒരു 3-4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അക്ഷരം നോക്കിയാൽ നമുക്ക് കിട്ടും കേട്ടാ. പുസ്തകം വായിച്ചവർക്ക് കിട്ടും. ഗണിത ശാസ്ത്രജ്ഞ. അടുത്ത് നോക്കിയാ രം നി ദി യ മ. നിയമസഭാ മന്ദിരം എന്നാണ് പറയാ അല്ലെ? ഓക്കെ, നിയമസഭാ മന്ദിരം. അടുത്തതോ നമ്മളെ പാഠമാണ് അല്ലെ? അതെ, പാഠമാണ്. അപ്പോ നമ്മളെ പാഠവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റ് സെഷൻ ആയിട്ട് ഇവിടെ പറഞ്ഞു നോക്കൂ. എന്താണ്? രാമകൃഷ്ണ ഗണിതശാസ്ത്രം പഠതി. ഇവിടെ ഈ അടിയിൽ വരയിട്ടതിന്റെ ലെങ് എഴുതാനാ പറയുന്നത്.
പഠതി എന്നുള്ളതിന്റെ ലിംഗം എന്താണ്? അപ്പട്ടത്. അല്ലെ? അപ്പട്ടത് അല്ലെ? അറിയുന്നതാണ്. ഗച്ഛതി അഗച്ഛത് മതി. ഇനി ആരും പറയണ്ട. ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ആരും പറയണ്ട. നിങ്ങൾക്കറിയാം. അതെ, ഓക്കെ. പഠതി എന്നുള്ളതിന്റെ ലെങ് പറഞ്ഞ ഭൂതകാലാണ്, പാസ്റ്റ് ടെൻസ് ആണ് അല്ലെ? ഇത് ലെട്ടാണ്. ലെട്ട് പറഞ്ഞ പ്രസന്റ് ടെൻസ് ആണ്, വർത്തമാനകാലം അല്ലെ? അപ്പൊ പഠതി എന്നുള്ളതിന്റെ ലെങ്ങാണെന്ത്? അപ്പട്ടത്ത് എന്നുള്ളത്. അതുപോലെ കാളിദാസ അഭിജ്ഞാന ശാകുന്തളം അലിഖത്, അതിന്റെ എന്താണ്? ഇനി ഛാത്രാഹ ഉത്സാഹേന കാവ്യം പഠന്തി, അതിന്റെ ലോട്ട പടതു. വെരി ഗുഡ്. പടതു എന്നല്ല, പടതു എന്ന് പറയുമ്പോൾ ഏകവചനാണ്. നിങ്ങൾക്ക് ഒരു മാർക്ക് അങ്ങ് പോവും. അപ്പൊ എന്ത് വേണം? തൂ എന്ന് വരുമ്പോ എന്താണ്? ലോട്ടാണ് അല്ലെ? ഗച്ഛതു പടതു അങ്ങനെയൊക്കെ വരുമ്പോൾ ലോട്ടാകും. അപ്പൊ ഇവിടെ എന്താണ്? ഛാത്രാഹ ഉത്സാഹേന കാവ്യം പഠന്തു എന്ന് വരും. ഓക്കെ. ഇനി നമുക്ക് മക്കളെ നമ്മൾ എന്ത് ചെയ്യാ? ടെക്സ്റ്റ് ബുക്ക് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ. ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും ഒന്നാമത്തെ പാഠം മുതൽക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് എടുത്ത് മുമ്പിൽ വെക്കുക. വളരെ പെട്ടെന്ന് പോവുക, കാരണം ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ പഠിച്ചതായതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും അധികം വിസ്തരിച്ചൊന്നും പറഞ്ഞു തരില്ല. ജസ്റ്റ് നമുക്ക് അതിൽ നിന്ന് എന്തൊക്കെയാണ് ചോദിക്കാൻ സാധ്യത എന്നുള്ളത് മാത്രമാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, വലുതാക്ക. മതി, അത്ര വലുത് മതി. ഇവിടെ നോക്കൂ. അപ്പൊ നമ്മൾ എത്രാമത്തെ പേജിലാണ് തുടങ്ങിയത്? ഇപ്പോൾ നോക്കണേ. നമ്മളിപ്പോൾ തുടങ്ങിയത് 7ാമത്തെ പേജ് മുതൽക്കാണ് തുടങ്ങി. 7ാമത്തെ പേജ് എല്ലാവരും നിർത്തി വെച്ചോ. 15 മിനിറ്റ് കൊണ്ട് ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ പാഠങ്ങളും ടച്ച് ചെയ്ത് പോവേ. കാരണം സമയം 8:04 കൂടി വന്ന 20 മിനിറ്റ്. അപ്പൊ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഒന്നാമത്തെ പാഠത്തിൽ എന്താണ്? വിശ്വസൗന്ദര്യം നാമകം ഗീതകം നമുക്ക് പഠിക്കാനുള്ളത് അല്ലെ? അപ്പോ വിശ്വസൗന്ദര്യം എന്നുള്ളത് എങ്ങനെ വിഗ്രഹിക്കാം? വിശ്വസ്യ സൗന്ദര്യം, വിശ്വസൗന്ദര്യം, വിശ്വസ്യ സൗന്ദര്യം അല്ലെ? ഓക്കെ. ഇനി ഇവിടെ നമുക്ക് ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ഇവിടുന്ന് ചോദിക്കാനുള്ളതായ ചോദ്യം എന്താണെന്ന് നോക്കൂ. ജീവാതുരേവ എങ്ങനെ പദച്ചേഞ്ച് ചെയ്തു? ഇമ്പോർട്ടൻ്റ് ആണ്. ജീവാതുഹു പ്ലസ് ഏവ ജീവാതുരേവ. നിങ്ങളുടെ കയ്യിൽ പെൻസിൽ ഉണ്ടാവും. ആ പെൻസിൽ കൊണ്ട്, അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പെൻസിൽ എടുക്കാൻ പറഞ്ഞത്. പെൻസിൽ കൊണ്ട് എന്ത് ചെയ്യുക? ഇതിന്റെ അടിയിൽ ഒരു വര വരക്കണം. ജീവാതുഹു ഏവ ദ്രുമഹ. ചിലപ്പോ ഡേഷ് ദ്രുമഹ എന്ന് ചോദിച്ചാലോ? ജീവാതുഹു ഏവ ദ്രുമഹ എന്ന്. ഓക്കെ, ടെക്സ്റ്റ് വരച്ചാൽ മതി, എഴുതിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. പെൻസിൽ കൊണ്ട് വരക്കണം. ആരും പേന ഉപയോഗിച്ച് ടെക്സ്റ്റിൽ വരക്കാൻ പാടില്ല. പെൻസിൽ കൊണ്ട് മെല്ലെ, കാരണം ടെക്സ്റ്റിനെ ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല. അതുപോലെ സസ്യാന്യബി, സസ്യാനി അബി. നമ്മൾ എന്ത് ചെയ്യണം? ഈ പാഠപുസ്തകം വായിക്കുകയും ചെയ്യുക, ഇതിന്റെ കൂടെ എന്ത് ചെയ്യുക? പദച്ഛേദം ചെയ്തിട്ടൊന്ന് പഠിക്കുകയും ചെയ്യുക. എന്തെങ്കിലും സംശയം നിങ്ങൾ എന്ത് ചെയ്യുക? ടീച്ചറോട് ചോദിക്കുക. ഓക്കെ. വിശ്വസൗന്ദര്യം എന്നുള്ളതായ പാഠമാണ് നമുക്ക് ആദ്യമുള്ളത്. അവിടെ നമുക്ക് എന്താണ് നോക്കൂ. ഇവിടെ നിശാഗീതഗാഹ ഗായന്തി ഒരു ചോദ്യമാണ്. നോക്കിക്കേ. നിശാഗീതഗാഹ ഗായന്തിന്ന് ഉള്ള ഒരു ഭാഗത്തിൽ നമുക്ക് ചോദ്യം ചോദിക്കുകയാണ്. നിശാഗീതഗാഹ ഗായതി. ഇതിന്റെ ശുദ്ധരൂപം എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഇവിടെ എന്താണ്? നിശാഗീതഗാഹ എന്നുള്ളത് ബഹുവചനാണ്. അതുകൊണ്ട് എന്താണ്? ഗായതി എന്ന് പോരാ, ഗായന്തി എന്ന് എഴുതണം. അതുപോലെ അതിന് തൊട്ടുമേലെ നോക്കിയാൽ മനോഹാരിതം അനുഭൂയ. അനുഭൂയ എന്നുള്ളത് ലബന്ധാണ്. അപ്പൊ അനുഭൂയ എന്നുള്ളത് ലബന്ധമാണ് എന്നുള്ളതായ ഒരു ഓർമ്മ നമുക്ക് വേണം. അതിനുശേഷം നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ആമുഖത്തിൽ എന്താ ഉള്ളത് നോക്കാം. ആമുഖത്തിൽ നോക്കൂ. അസ്മാൻ പരിതഃ. അസ്മാൻ പരിതഃ, പരിതഃ ശബ്ദയോഗേ ദ്വിതീയ. അപ്പൊ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കുക, ഡാഷ് പരിതഃ പ്രകൃതി വിഭവാഹ സന്ധി. എന്ത് ബ്രാക്കറ്റിൽ അസ്മത് ശബ്ദ കൊടുക്കും. അപ്പോ അസ്മത് ശബ്ദ ബഹുവചനം കൂടി ഉണ്ടാവും. അസ്മത് ശബ്ദ ബഹുവചനം എന്ന് പോകണം. ദ്വിതീയ ബഹുവചനം. ഇവിടെ അസ്മാൻ അല്ലെ? അഹം ആവാം വയം മാം മാ ആവാം നൗ അസ്മാൻ നഹ. അസ്മാൻ എന്നുള്ളത് ബഹുവചനമാണ് അല്ലെ? ദ്വിതീയ ബഹുവചനമാണ്. ഓക്കെ. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് പഠിക്കണം? വിശ്വ പര്യാവരണ ദിനം നിങ്ങൾ പഠിക്കണം. കാരണം ഇത് ഞാൻ പറഞ്ഞു തരില്ല. എന്താ കാരണം? നിങ്ങളുടെ നോട്ടിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഇത്
എല്ലാം അന്വേഷിച്ച് കണ്ടെത്തുമ്പോഴാണ് നമ്മൾ കൂടുതൽ പഠിക്കുക കേട്ടാ. അപ്പൊ വിശ്വപര്യാവരണ ദിനം എപ്പോഴാണ്, അന്തരീക്ഷ ദിനമൊക്കെ എപ്പോഴാണ്, നിങ്ങൾ പരിസ്ഥിതി ദിനമൊക്കെ എപ്പോഴാണെന്ന് ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കണം. മോളെ ഡൗട്ട് ലാസ്റ്റ് കേട്ടാ, മോളവിടെ എഴുതി വെച്ചോ, ഡൗട്ട് ലാസ്റ്റ് ചോദിക്കേ. ഓക്കെ മോളെ, വെരി ഗുഡ്. പഠിക്കുന്നതിന്റെ ലക്ഷണമാണ് സംശയം ചോദിക്കുക എന്നുള്ളത് അല്ലേ. അപ്പോ വെരി ഗുഡ്, നന്നായിട്ടുണ്ട്. ഇനി വിശാല സുന്ദര വിശ്വം പശ്യതു നയനാനന്ദകരം സർവചരാചര നിവാസമുതലം മദീയ നാഗമിമം. ഇവിടെ നാഗം എന്ന് പറഞ്ഞാല് എന്താണ് അർത്ഥം പറയാ? ശരണ്യ മനോജ് ലാസ്റ്റ് ചോദിച്ചു കേട്ടാ. ശരണ്യ മനോജ് ഇപ്പോഴും ചോദിക്കല്ല, അവസാനം ചോദിച്ചാൽ മതി. ഓക്കെ. സ്വർഗം എന്നാണ്. നാഗം എന്നതിന്റെ മറ്റൊരു പദമാണ് എന്ത്? സ്വർഗം. അപ്പോ അത് ശ്രദ്ധിക്കണം. പിന്നെ വഹന്തി നദ്യസ്തിഷ്ടന്ത്യസ്മിൻ, ഇതൊക്കെ പദച്ഛേദം ചെയ്തിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. മഹാചലാഹ ബഹവഹ. അപ്പൊ ഇവിടെ ഒരു ചോദ്യം എങ്ങനെ ചോദിക്കാം? അസ്മിൻ ബഹവഹ കേ തിഷ്ടന്തി. ഇപ്പൊ എന്താണ്? മഹാചലാഹ അല്ലെ. അപ്പൊ അത് ഈ പദ്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. വളരെ മനോഹരമായ ഒരു പദ്യമാണ്. 2 പ്രാവശ്യം നമ്മൾ വായിക്കുമ്പോൾ അത് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. അപ്പോ ഇതില് വേറെ എന്താ ചോദിക്കാനുള്ളത്? കൂപതടാക ലതാതരുവൃന്ദാന്യത്ര വിരാജന്തി, അവിടെ ഒന്നുമില്ല. പവനഹ പ്രവാദി. ഇപ്പോ പവനൻ കാറ്റ്, കാറ്റ് വീശുന്നു. അതുപോലെ ഗദ്യോദഹ വിവാദി. കഹ വിവാദി ഗദ്യോദഹ. ഇവിടെ നേരത്തെ നമ്മൾ ഗദ്യോദഹ എന്നുള്ളത് നേരത്തെ വിഗ്രഹം ചോദിച്ചിട്ടാണ്, ഓർമ്മ വേണേ, കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഇപ്പോ ഗദ്യോദഹ വിവാദി, ഡാഷ് വിവാദി ഗദ്യോദഹ വിവാദി. പിന്നെ വർഷന്ത്യസ്മിൻ കാലേ കാലേ അല്ലെ, നവാംബുർമേഘാഹ. പിന്നെ ഇവിടെ ഒന്നുമില്ല. ഋതുക്കള്, ഋതവഹ. എത്ര ഋതുക്കളുണ്ട് എന്ന് ചോദിക്കും. അപ്പോഴെന്താണ്? ഷഡ് ഋതവഹ, കതി ഋതവഹ, ഷഡ് ഋതവഹ. 6 ഋതുക്കളാണ് ഉള്ളത്. പിന്നെ ഇവിടെ അസ്മാൻ പരിതഹ, നമ്മൾ പരിതഹ ശബ്ദയോഗി എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞു അല്ലെ. പരിതഹ ശബ്ദയോഗി ദ്വിതീയ. ഓക്കെ, കുറച്ച് സ്പീഡാക്കുവേ, നമുക്ക് പാഠം തീരുണ്ട്. 10 പാഠങ്ങളുണ്ട് അല്ലെ. ഓക്കെ, ഇവിടെ ഈ പദച്ഛേദങ്ങളൊക്കെ മക്കളെ വായിക്കണം. ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ളതായ ഒരു പദച്ഛേദമാണ് എന്ത്? മഹാചലാഹ ബഹവഹ എന്നത്. ഇങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതണം കേട്ടാ. മഹാചല ബഹവഹ പദച്ഛേദം മ്യൂട്ട് ചെയ്യും. പിന്നെ നദ്യസ്മിൻ ചോദിക്കൂല, കാരണം 3 എണ്ണില്ലേ, അത് വേണ്ട. വർഷന്ത്യസ്മിനുള്ളത് വർഷന്തി അസ്മിൻ. നവാംബുബിർ മേഘാഹ എന്നുള്ളത് നവാംബുബിഹി മേഘാഹ. ഇതൊക്കെ ഒന്ന് പെൻസിലോട്ട് ടിക്ക് ഇട്ടോ. മഹാചലാബഹവഹ ടിക്ക് ഇടുക, വർഷന്ത്യസ്മിൻ ടിക്ക് ചെയ്യണം. പിന്നെയോ സുസ്ഥിതിരേവം, സുസ്ഥിതിരേവം ടിക്ക് ചെയ്യുക. സുമഗന്ധ വഹോ വിവാദി. ഈ വഹോ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യും? വിസർഗം വരും. അപ്പൊ അതും ടിക്ക് ചെയ്യുക. ഓക്കെ. ഇനി നമ്മൾ ഈ വിഗ്രഹം നോക്കേണ്ടത്. വിഗ്രഹത്തിൽ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളത് അതുലം, പിന്നെ മഹാചലാഹ, പിന്നെയോ സുഖപ്രധാനി ഗദ്യോദഹ. നേരത്തെ ചോദിച്ചു അല്ലെ. സുഖപ്രധാനി ടിക്ക് ചെയ്യുക, ഗദ്യോദഹ എന്നുള്ളതും ടിക്ക് ചെയ്യുക. നവാംബുബിഹി എന്നുള്ളത് നവംജ തത് അംബുച നവാംബു തൈഹി അല്ലെ. അതും ഒന്ന് ടിക്ക് ചെയ്ത്, ചെറിയതായതുകൊണ്ട് അതും ചോദിക്കാം. ഇനി നമുക്കിവിടെ നമ്മൾ നേരത്തെ പഠിച്ചതായ കാര്യങ്ങളാണ്. വിദ്യാലയത്തെ പരിതഹ. അപ്പൊ പരിതഹ യോഗേ ദ്വിതീയ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചർച്ച ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പാഠവുമായി ബന്ധപ്പെട്ട മിക്ക കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അതുകൊണ്ട് സ്പീഡ് പോകാൻ പറ്റും. അപ്പൊ ഇവിടെ നിങ്ങൾക്കറിയാം വിദ്യാലയസ്യ എന്നുള്ളത് വിദ്യാലയം പരിതഹ എന്നാണ് വേണ്ടത്. ഓക്കെ. ഇനി അടുത്തത് നോക്കൂ. അടുത്ത പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഉപസർഗാഹ. ഉപസർഗങ്ങള് എത്ര ഉപസർഗങ്ങളുണ്ട് എന്ന് ചോദിച്ചാല് 22 ചോദിച്ചത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 22 ഉപസർഗങ്ങളാണ് ഉള്ളത്. ഉപസർഗങ്ങൾ എന്ന് നമുക്ക് ഇപ്പൊ പറഞ്ഞാൽ നമുക്കറിയാം നേരത്തെ അല്ലെ. വിരാജന്തി, അവിടെ എന്താണ്? വി എന്നുള്ളത് ഉപസർഗാണ്. പരാജയം, പരാജയത്, അതോ പരാ എന്നുള്ളത്. അപ്പോൾ ഇത് ഉപസർഗങ്ങളെ പറ്റി നിങ്ങൾ പഠിച്ചതാണ്. ആഗച്ഛതി എന്നുള്ളത് ആ എന്നുള്ളത് ഉപസർഗാണ് അല്ലെ. നിർഗച്ഛതി, നിരി എന്നുള്ളത് ഉപസർഗാണ്. അപ്പോൾ ഈ പേജില് ഉപസർഗങ്ങളെ പറ്റി ഇവിടെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്നും പഠിക്കണ്ട. ഒരു ക്രിയാപദം കണ്ടാല് അവിടെ ഉപസർഗം ഏതാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയണം. ഇപ്പൊ നമ്മളെ വിരാജന്തി എന്ന് എടുക്കാം. വി എന്നുള്ളത് ഉപസർഗാണ് അല്ലെ.
ശരിക്കും ക്രിയാപദം രാജന്തേ എന്നുള്ള രാജന്തേ എന്നാണ്, അവിടെ വി എന്നുള്ള ഉപസർഗം ചേർത്തു വിരാജന്തേ. അതുപോലെ ഭാതി, അവിടെ വിഭാതി, വി എന്നുള്ളത് ഉപസർഗമാണ്. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ചോദ്യം ചോദിക്കാം, ഒരു ക്രിയാപദം നിന്നിട്ട് അതിൽ ഏതാണ് ഉപസർഗം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഉപസർഗം നമ്മൾ കണ്ടെത്താൻ വേണ്ടി നമുക്ക് സാധിക്കണം. ഓക്കെ, ഇവിടെ ഉദാഹരണം ഉണ്ട്. പ്രാ പ്ലസ് ഹരതി, പ്രഹരതി, വിഹരതി, സംഹരതി, ഇതൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ട് അത് ഓക്കെ ആണ്. ഇനി ജീവാതിരേവ ദ്രുമഹ നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ ഇതിൽ നിന്ന് ചോദ്യം വരും. അപ്പൊ ഇതൊന്ന് എല്ലാ ചാപ്റ്ററും പറയുന്നുണ്ട്, എല്ലാ ചാപ്റ്ററും പറയണം ആഗ്രഹമുണ്ട്. നമുക്ക് നോക്കാം കേട്ടോ, പെട്ടെന്ന് പറഞ്ഞു പോയി. ഇങ്ങനെ നിങ്ങൾ സഹകരിച്ചാൽ പെട്ടെന്ന് പറയാം. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട നമുക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ നോക്കൂ. ഒരു കഥയാണ് ഇവിടെ പറയുന്നത് അല്ലെ. ഈ ഒരു കഥയിൽ നമുക്ക് ഇവിടെ നേരത്തെ ഭൂബാലകാഹ ഏവം മാ കുർവന്തു അല്ലെ, ഇതെല്ലാം എന്ത് ചെയ്യുക, ഇതെല്ലാം ഒന്ന് വായിച്ചു നോക്കുക. ഇവിടെ സംഭാഷണമാണ്. കാരണം ഇങ്ങനെ സംഭാഷണത്തിലൊക്കെ നമുക്ക് എന്ത് സംബോധനാ രൂപങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. അതൊക്കെ ഒന്ന് നോക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇതാ ഇവിടെയാണ്. ഇവിടെ ഈ ഒരു പാരഗ്രാഫ് ഭവത യത് പൃഷ്ടം തത് അധികൃത്യ മഹാഭാരതസ്യ ശാന്തി പർവണി. പെൻസിൽ കൊണ്ട് വരച്ചോ, മഹാഭാരതസ്യ ശാന്തി പർവം. അപ്പോ മഹാഭാരതത്തിലെ ശാന്തി പർവത്തിലാണ് സസ്യങ്ങൾക്ക് ജീവനുണ്ട് എന്ന് പറയുന്നത് അല്ലെ. സസ്യങ്ങൾ സസ്യാനി പ്രാണാന്തരന്തി എന്ന് ഭരദ്വാജൻ ആരോട് ചോദിക്കുന്നു, ഭൃഗുവിനോട് ചോദിക്കുന്നു അല്ലെ. ഭൃഗു, അപ്പൊ ഈ ചോദ്യം ഇങ്ങനെ വരാം, ഭൃഗു ഭരദ്വാജ സംവാദ കുത്ര. ഇപ്പൊ മഹാഭാരതസ്യ ശാന്തി പർവണി. അപ്പൊ ഇവിടെ വരക്കുക, ഇതാ മഹാഭാരത ശാന്തി പർവണി എന്നും വരക്കുക, ഭൃഗു ഭരദ്വാജ സംവാദം എന്നും വരക്കുക. വരച്ചു കഴിഞ്ഞു. ഇവിടെ രോഗവിമുക്തി അപി, നേരത്തെ പദച്ഛേദം ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ നമ്മുടെ ചോദ്യത്തില്. രോഗവിമുക്തി അപി. അതുപോലെ രോഗപീഡിതാഹ എന്നുള്ളത് എന്ത് ചോദിക്കാം, അക്ഷരങ്ങൾ മാറ്റിയിട്ട് ചോദിക്കാം. അപ്പൊ അതും ഒന്ന് ഈ രോഗപീഡിതാഹ എന്നുള്ളതിന്റെ അടിയിൽ വരക്കാം. പിന്നെ വരക്കേണ്ടത് നോക്കൂ എവിടെയാണെന്ന്. ഇവിടെയൊക്കെ ഇതൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് വരക്കേണ്ട ഒരു വരക്കേണ്ടത് ആധുനിക കാലേ ജഗദീഷ് ചന്ദ്രബോസ് ഭാരതീയ സസ്യശാസ്ത്രജ്ഞ കഹ ചോദിച്ച ചോദ്യമാണ് അല്ലെ. അപ്പൊ ഇവിടെ ഒരു വരക്കൂ, ജഗദീഷ് ചന്ദ്രബോസിന് വരക്കുക ഭാരതീയ സസ്യശാസ്ത്രജ്ഞ. ഓക്കെ, വരച്ചിട്ടുണ്ടാവും അല്ലെ. പറയുന്നുണ്ടാ? ഇല്ലല്ലോ, ഇല്ല. ഇനി മക്കൾ ഈ ഈ പദച്ഛേദമെല്ലാം നിങ്ങൾ 1-2 പ്രാവശ്യം വായിക്കണം കേട്ടോ. ഇവിടെ നിന്ന് ചോദിക്കാം. അപ്പോ ഇതിന് പ്രത്യേക പ്രസന്റേഷൻ തയ്യാറാക്കിയിട്ടില്ല, കാരണം ഇതന്നെയാണ് സ്ലൈഡ് കേട്ടാ. അപ്പൊ ഇതെല്ലാം ഒന്ന് വായിച്ചു നോക്കുക. ഇതിലിപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നോക്കിയാൽ ഒന്ന് തേഷു ഏകഹ, ഇതൊന്ന് ശരി കേട്ടോ. തേഷു ഏകഹ ഇങ്ങനെയുള്ളതാ ചോദിക്കുക. അതായത് തേബി, തേ അബി, അതൊന്ന് പെൻസിൽ കൊണ്ട് ശരിയിടുക. സംശയ ചെയ്ത് തത് അധികൃത്യ, തത് അധികൃത്യ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തത് പ്ലസ് അധികൃത്യ എന്ന് വരും. വിഗ്രഹം ചോദിക്കും, ഞാൻ പറഞ്ഞല്ലോ. വിഗ്രഹം ചോദിച്ചില്ലേ നേരത്തെ, നമ്മൾ നേരത്തെ ഉണ്ടായില്ലേ. തത് പ്ലസ് അധികൃത്യ. ഇവിടെ അത് കൂട്ടി എഴുതുമ്പോൾ നോക്കിയാൽ ദായാണ്. ഇവിടെ തീന്നുള്ളത് ഇവിടെ മുഴുവൻ ദായാണ്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇത് ഒന്ന് ടിക്ക് ചെയ്തോ. ഇത്തരം പദച്ഛേദങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, രോഗവിമുക്തി ലഭി അല്ലെ, നമ്മൾ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആദ്യത്തെ 8 പാഠങ്ങളാണ് നമ്മുടെ സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് ഉണ്ടാകുക എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നോക്കാം. അപ്പൊ ഈ രോഗവിമുക്തി വന്നു. വിഗ്രഹം നിങ്ങളൊന്ന് പഠിക്കുക. ശാഖാപത്രം, ഇതെല്ലാം വളരെ സിമ്പിളാണ്. ഇതിൽ അന്യതമഹ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ നീരസോഭേദ എന്നുള്ളതും അന്യതമഹ എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്ന് ടിക്ക് ചെയ്യുക. ഇന്ന് ചോദിക്കാൻ പറ്റുന്ന ചോദ്യം എന്താണെന്ന് നോക്കൂ. ഇതൊക്കെയാണ് കൃതാന്നം ലബന്ധം തുമന്നം, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. സമീക്ഷ നേരത്തെ ചോദിച്ച ചോദ്യമാണ്. അപ്പൊ ഈ പാഠഭാഗത്തിലുണ്ടായ കൃതാന്നം ലബന്ധം തുമന്നം ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാർട്ടിലൊന്ന് കംപ്ലീറ്റ് ചെയ്യുക. ഫസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ ലാസ്റ്റ് ഒന്ന് പറയാവോ? ഫസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ ലാസ്റ്റ് പറയുമ്പോൾ സമയം ഉണ്ടാവും നമ്മളെ. ചോദിച്ചാൽ പറയാം കേട്ടോ. നോക്കാം, അത് നോക്കാം. അതിന് മുമ്പേ ഒരു ഡൗട്ട് അങ്ങ് പറയട്ടെ.
റേഡിയോ ശാസ്ത്രസ്യ പിതാഭവതി ജഗദീഷ് ചന്ദ്രബോസ്. ഇവിടെ പറയുന്നുണ്ട്, ഇതൊരു ഇമ്പോർട്ടന്റ് ആണ്. ഇതില് റേഡിയോ ശാസ്ത്രസ്യ പിതാ ജഗദീഷ് ചന്ദ്രബോസ്. മോളെ വേഗം ചോദിക്ക്. സർ, അന്വേഷു ഏകകയും പിന്നെ അനേകേഷു ഏകകയും ഒന്നാ? അതെ. അടുത്ത എന്താ നോക്കിയാൻ? ഇനി ഇതാ നോക്കിയാൻ, ഇവിടെയാണ് നമ്മൾ നേരത്തെ കർത്തവ്യം കരണീയം അല്ലെ, കർത്തും യോഗ്യം കർത്തവ്യം. അങ്ങനെ ചോദിക്കുന്നത് കാണാറില്ല, എങ്കിലും ചിലപ്പോഴും ചോദിച്ചാലോ. ഒന്ന് തവ്യത് പ്രത്യയാണ്, ഒന്ന് അനീയരാണ്. തവ്യത് പറഞ്ഞാൽ തവ്യം തവ്യം വരുന്നത് തവ്യത്. അപ്പൊ താഴെ കൊടുത്തതിൽ തവ്യത ഏതാണ് വെച്ചാൽ കർത്തവ്യം, സ്മർത്തവ്യം, ലേഖിതവ്യം, ഗന്തവ്യം, പൂജിതവ്യം, ഭോക്തവ്യം, വ്യം 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 വരുന്ന എന്താണ് തവ്യത്. അപ്പൊ ഈ തവ്യത് അനീയര് ഇതിന്റെ അടിക്കൊന്ന് വരച്ചാൻ പെൻസിലുണ്ട്. കരണീയം, സ്മരണീയം, അങ്ങനെ പിന്നെ നോക്കിയ ഗമനീയം, പൂജനീയം വരുന്നത് ഏകനീയം, അങ്ങനെ വരുന്നത് അനീയര് പ്രത്യയം. അത്രയില്ല, ഇതൊന്നും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല കേട്ടാ. അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ഇനി ഇതൊന്ന് വായിച്ചു നോക്കണേ. അജലഹ, അതുലം, സാദൃശ്യരഹിതം, ഇതൊക്കെ അരണ്യം, വനം. ഇതാണ് നമ്മൾ ഈ കിം ഗണേന അന്തർബോധിയിൽ ചോദിക്കുന്നത് ഈ ശബ്ദകോശം എന്നാണ്. ഈ ശബ്ദകോശം നന്നായിട്ട് വേണം. തരുനി, തരുഹു, ദ്രുമഹ, പാദവഹ എന്നൊക്കെ അർത്ഥങ്ങളുണ്ട്. ജ്യോതഹ, സൂര്യ, ഇതൊക്കെ നന്നായിട്ട് പഠിക്കുക. അനന്തരം പല്ലവം പറഞ്ഞാൽ കിസലയം, തളിരാണ്, അതൊക്കെ നോക്കുക. അതിനുശേഷം നമുക്ക് അടുത്ത പാഠത്തേക്ക് കടക്കാം. ഇവിടെയൊക്കെ വിരാജന്തേ വി എന്നുള്ളത് ഉപസർഗാണ്, വിഭാതി വി ഉപസർഗാണ്, പ്രത്യായാന്തി പ്രായ എന്നുള്ളത് ഉപസർഗാണ്, പരിപാലയന്തി ഇടൽ ഉപസർഗങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇവിടെ പ്രത്യായാന്തികൾക്ക് പ്രതി, ആ എന്നുള്ളതൊക്കെ ഉപസർഗങ്ങളാണ്. ഓക്കെ, അതൊക്കെ നിങ്ങളൊന്ന് നോക്കി പഠിക്കുക. ഇനി ഇവിടെ അഭ്യാസ പത്രികയാണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് പോകുന്നില്ല. നെക്സ്റ്റ് ആയിട്ട് വരും, നോക്കൂ. രണ്ടാമത്തെ പലാശം. ഈ പലാശത്തില് സമാഹൃത്യ എന്നുള്ളത് അവ്യയാണ്, ലബന്ധാണ്. മിതസ്യ, ഹിതസ്യ, ഭോജ്യസ്യ ഇതൊന്നും അവ്യയങ്ങളല്ല, ഷഷ്ടിയാണ്. അടുത്ത് നോക്കൂ, പാഠത്തിലേക്ക് കടക്കാം. പാഠത്തിന്റെ പേര് സുഖജീവനം. ഇതിൽ പ്രത്യേകിച്ച് അധികമായിട്ടൊന്നും ചോദിക്കാനില്ല. ഇതില് എന്താ, ഒന്ന് വായിച്ചാൽ മതി, നന്നായിട്ട് വായിച്ചാൽ മതി. ഇനി ഈ ശ്ലോകങ്ങൾ നിങ്ങൾ ബൈഹാർട്ട് പഠിക്കുക തന്നെ വേണം. കാരണം ഈ ശ്ലോകങ്ങളിൽ നിന്നും ചോദ്യം ഒരുപാട് ചോദിക്കുന്നുണ്ട്, അത് ബൈഹാർട്ടായിട്ട് പഠിക്കുക. ഓക്കെ, പദച്ഛേദം പഠിക്കുക, പിന്നെ അന്വയങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ആ ശ്ലോകം നന്നായിട്ട് പഠിച്ചാൽ ശ്ലോകത്തിന് എങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടണം. ഓക്കെ, ആരോഗ്യമേവ പരമം ധനം എന്ന് പറയുന്നതായ ശ്ലോകമാണിത് അല്ലെ. വ്യായാമം കുറുവോ നിത്യം. അപ്പോൾ ഇത് വിരുദ്ധം അവിഭോജനം ദഗ്ധം അവിദഗ്ധം വ നിർദോഷം പരിപച്ചതി. ഈ ശ്ലോകം പഠിച്ചാൽ ഇതിനൊരു ചോദ്യം എങ്ങനെ ചോദിക്കാം. അപ്പോൾ വ്യായാമത്തിന്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ അതൊന്ന് പഠിക്കാം. കുർവതോ നിത്യം എന്നുള്ളത് കുർവതഹ നിത്യം, അതും പഠിക്കുക. സമദോഷം പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സ്വസ്ഥഹ കഹ അല്ലെ, സമദോഷ സമാഗ്നിശ്ച. സ്വസ്ഥഹ എന്ന് പറഞ്ഞാൽ ആരോഗ്യവൻ എന്നർത്ഥം കേട്ടാ. സ്വസ്ഥഹ ആരോഗ്യവാൻ. ഈ ശ്ലോകം നന്നായി വൈകാട്ട് പഠിക്കുക. പിന്നെ സ്വസ്ഥഹ, ഇത് ശരിട്ടോ, ഇതിൽ നിന്ന് വിഗ്രഹം ചോദിക്കാം. സ്വസ്മിൻ തിഷ്ഠതി വളരെ ഇമ്പോർട്ടന്റ് ആണ്. സമദോഷഹ അതും ചോദിക്കാം. സമാഗ്നി, ഇത് മൂന്നും ശരിയിടണം, അത് മൂന്നും ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തതായിട്ട് ഈ ശ്ലോകം പഠിക്കുക. അന്വയാർത്ഥം പഠിക്കണോ? ഓക്കെ, പറഞ്ഞു. അന്വയാർത്ഥം പഠിക്കണോ? അർത്ഥമൊന്നും പഠിക്കണ്ട, പദത്തിന്റെ അർത്ഥം പഠിച്ചാൽ മതി കേട്ടാ. അന്വയവും ഇതൊന്നും ചോദിക്കുന്നില്ല. ഒറ്റ മാർക്കിന് ഒറ്റ വാക്കിൽ മാത്രമേ ഉത്തരം എഴുതേണ്ടി വരൂ, കൊണ്ട് അന്വയൊന്നും പഠിക്കേണ്ടതില്ല. ഇനി നോക്കിയേ, ഇത് രണ്ടും നിങ്ങൾ ടിക്ക് ചെയ്യണം. ബലകൃത്ത്, ആയുസ്തേജ ടിക്ക് ചെയ്യണം, ചോദിക്കാൻ സാധ്യതയുണ്ട്. ബലകൃത്ത് ബലം കരോതി ഇതി, അത് ഇമ്പോർട്ടന്റ് ആണ്. ദേഹധാരക ഇമ്പോർട്ടന്റ് ആണ്. അടുത്തതായിട്ട് എന്താണുള്ളത്, ആ ഒരു പാഠവുമായി ബന്ധപ്പെട്ടിട്ട് ഇത്രയും കാര്യങ്ങൾ നോക്കുക. അടുത്തത് നാലാമത്തെ പാഠം ക്ഷുധാജ്ഞാനപ്രദായിനി, ശംഭുകാവ്യമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോ എന്താണ്, ഗദ്യം പദ്യം ഇത് കാവ്യസാഹിത്യം പ്രമുഖതയാ ദ്വിവിധം അല്ലെ. രണ്ടു തരത്തിലാണ് ഗദ്യം പദ്യം എന്ന്. ഈ ഗദ്യപദ്യമയം കാവ്യം ശംഭു ഇതാ ഇവിടെയുണ്ട് അല്ലെ. ഗദ്യമയമായ കാവ്യമാണ്,
ചമ്പു കാവ്യം എന്നുള്ളത് ഇവിടെ പറഞ്ഞു. കുറച്ച് ചമ്പു കാവ്യത്തിന്റെ പേരൊക്കെ രാമായണ ചമ്പു, ഭാരത ചമ്പു, നള ചമ്പു, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു പോയാൽ മതി കേട്ടോ. കാരണം ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ രാമായണ ചമ്പു അക്ഷരങ്ങൾ മാറ്റി തന്നിട്ട് ചോദിക്കാം ഒറ്റ പദം എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒക്കെ ഒന്ന് പഠിക്കുക. ഓക്കെ, ചമ്പു കാവ്യാംശം പഠാമഹ. പഠാമഹ എന്ന് വരുമ്പോൾ എന്താണ്? വയം അല്ലെ, വയമാണ് കർത്താവ്. ഓക്കെ, ഇവിടെ പ്രധാനമായിട്ട് നിധായ, നിധായ ലബന്ധവ്യാണ്. ചത്വരം നേരത്തെ കണ്ടില്ല, ചത്വരം എന്ന് പറഞ്ഞാൽ അങ്കണത്തിന്റെ മറ്റൊരു പേരാണ് ചത്വരം. അപ്പോ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. സ്വപുത്രകം, സ്വസ്യപുത്രകം, സ്വപുത്രകം. പിന്നെ ഇവിടെ എന്താ മാതൃരച്ചത്, ഇതൊക്കെ നമ്മൾ നേരത്തെ ഭോജന നേരത്തെ വായിച്ചു കഴിഞ്ഞു അല്ലെ. ഭോജന, ഭോജനം, ദേഹി, ദേഹി. ഇവിടെ ഭോജന എന്നുള്ളത് സംബോധനാ രൂപമാണ്. അപ്പോൾ സംബോധനാ രൂപം നിങ്ങൾ പഠിക്കണം. ഇത് ഭോജാദേ, ഇത് സംബോധനയാണ് അല്ലെ. അത് സംബോധനാ രൂപം പഠിക്കുക. പിന്നെ ഓക്കെ സർ, ലാസ്റ്റ് ചാപ്റ്റർ ഉണ്ടാ. ഇനി ഇവിടെ മക്കളെ നോക്കൂ, ഇവിടെ പദച്ഛേദങ്ങൾ ഈ 3 എണ്ണമുള്ളതൊന്നും നിങ്ങൾ പഠിക്കാൻ നിൽക്കണ്ട. ഈ 2 പദങ്ങൾ കൂടി ചേർന്ന് നിങ്ങൾ പഠിക്കണം കേട്ടോ. അത് ഏതാണ് പ്രധാനം എന്നും പറയുന്നില്ല. അതൊക്കെ ഒന്ന് രാത്രവും അബി, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊന്ന് ടിക്ക് ചെയ്തോ. രാത്രവും അബി, രാത്രവും അബിയാണ് രാത്രാവബി. പുത്രോയം, പുത്രഹ അയം, പുനരവതത്, പുനഃ അവതത്. ഈ രീതിയിലുള്ളതൊക്കെ ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പൂർവേവ, പൂർവ ഇവ, ഇതൊന്ന് ടിക്ക് ചെയ്യണേ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പൂർവേവ, പൂർവ ഇവ എന്നുള്ളത്, പൂർവ ഇവ എന്ന് വേണ്ടി. പിന്നെ വിഗ്രഹം, ഇവിടെ പ്രരുദന്തം എന്നുള്ളത് ചോദിക്കാൻ പറ്റുന്നതാണ്. പ്രകർഷേണ രുദന്തം. ആത്മജാതം, ആത്മനഹ ജാതം അല്ലെ എന്നത് ആത്മജാതം. ആത്മനഹ ജാതം എഴുതിയാലും മതി. ഇല്ല ആത്മനഹ ജാതക തം എന്ന് എഴുതാം. എങ്ങനെയാലും ദ്വിതിയിലേക്ക് വരും. ഓക്കെ, പിന്നെ കൃഷാംഗി എന്നുള്ളതും ടിക്ക് ചെയ്യുക. കൃഷാനി അങ്കാനി യസ്യാഹസ, അത് യസ്യാഹസ അത് മുഴുവൻ എഴുതിയാൽ മാത്രമേ മാർക്ക് കിട്ടൂ. ബുഭുക്ഷ എന്നുള്ളത് ഭോക്തും ഇച്ഛ, ബുഭുക്ഷ അയാ ബുക്ഷയ. അപ്പൊ ബുഭുക്ഷ എന്ന് മാത്രമേ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് എഴുതിയാൽ മതി? ഭോക്തും ഇച്ഛ എന്ന് മാത്രമേ എഴുതിയാൽ മതി. പിന്നെ സംവീക്ഷ, സമ്യക് വീക്ഷ, ഗൃഹസ്ഥാനം, ഇതൊക്കെ വളരെ സിമ്പിൾ ആയതാണ്. 2-3 പ്രാവശ്യം ഈ ചെറിയതൊക്കെ വായിച്ചു. വലിയതൊന്നും ഇപ്പോൾ മാതൃവാത്സല്യ പീയൂഷ പറഞ്ഞ അത്ര വലിയതൊന്നും ചോദിക്കുകയില്ല. ചെറിയ വിഗ്രഹങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുക. ഓക്കെ, അടുത്ത പാഠം നോക്കൂ. ഞാനിങ്ങനെ മറിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ മറിക്കണേ. കോശം പഠിക്കണം. കോശം മുഴുവനായിട്ടൊന്നും പഠിക്കണ്ട. അതിന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പാഠം എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ അർത്ഥം, ശബ്ദകോശം പഠിക്കണം. മറ്റുള്ള കോശങ്ങളൊന്നും അധികം പഠിക്കേണ്ടതില്ല. പിന്നെ ഇവിടെ ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് എഴുതുകയായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇത് അധികം പറയുന്നില്ല. സഹസ, ഇതിന്റെ അർത്ഥം സഹസ, ക്ഷുത്ത്, ഗേഹം, അങ്കണം, ജിഹ്വ, നീരം, ക്ഷീരം, ലേശ. ഇതിന്റെ ഒക്കെ അർത്ഥം സഹസ പറഞ്ഞാൽ ജവേന അല്ലെ. ക്ഷുത്ത്, ക്ഷുത, ബുഭുക്ഷ. ഗേഹം എന്നല്ലോ, ഗേഹം ഭവനം അല്ലെ. ഇവിടെയുള്ള ഗൃഹം ഭവനം. അങ്കണം പറഞ്ഞാൽ നേരത്തെ ചോദിച്ചു അല്ലെ. നേരത്തെ ചോദിച്ചത് അങ്കണം, ഇവിടുന്ന ചോദിച്ചത്. ചത്വരം. ജിഹ്വ, ജിഹ്വ എന്നുള്ളത് എന്താണ്? ഇവിടെയുണ്ടല്ലോ രസന അല്ലെ. നീരം എന്നുള്ളത് ജലം. ക്ഷീരം എന്നുള്ളത് ദുഃഖം. ലേശ അല്പം. ഓക്കെ, ടൈമില്ല, അതാ ഏറ്റവും വലിയ വിഷമം. നമ്മുടെ കയ്യിൽ കുറച്ച് ടൈമേ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് നോക്കാം. ഹിതമേ വാസ്നിയാത് 5ാമത്തെ പാഠാണ്. 5ാമത്തെ പാഠത്തിലാണ് നിന്നാണ് നമുക്ക് ഇതൊരു വാട്സപ്പ് സംഭാഷണമല്ലേ, അതൊന്ന് വായിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. അതിൽ പ്രത്യേകിച്ച് നമുക്ക് ഈ ഗാദ്യം, പേയം, ലേഖ്യം. എന്താ ഗാദ്യം എന്ന് പറഞ്ഞാല്? തിന്നാൻ പറ്റുന്നത് ഗാദ്യം, കുടിക്കാൻ പറ്റുന്ന പേയം, നക്കിക്കഴിക്കാൻ പറ്റുന്നത്. അതായത് നമ്മളെ അച്ചാറ്, വെണ്ണ, നവനീതം, ഇതൊക്കെ എന്താണ്? എല്ലാ ചാപ്റ്ററും ചോദിക്കുമ്പോൾ എല്ലാ ചാപ്റ്ററും ഒരേപോലെയാണ്. അപ്പോൾ ലേഖ്യം പറഞ്ഞാൽ അങ്ങനെയുള്ളതാണ് ലേഖ്യം എന്ന് പറഞ്ഞാൽ. അത് പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ നിന്ന് എല്ലാ ചാപ്റ്ററും പ്രധാനമാണ്. അതിൽ ഏറ്റവും പ്രധാനമായത് ആര്യഭടീയവുമായി ബന്ധപ്പെട്ട പാഠം വളരെ പ്രധാനമാണ്. ഈ ആമ്രം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കണം. കാരണം നമ്മുടെ പാഠത്തിൽ ഉണ്ടായതുകൊണ്ട് ഇത് ഒന്ന്, കാരണം സംരക്ഷണായ ഉപകാരകം ഭവതി കിം,
ആമ്രം അല്ലെ? ഇതിൻ്റെ എല്ലാം ഒരു ഗുണങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. പല ഇതിന്റെ ഗുണങ്ങളൊന്ന് വായിച്ചു നോക്കണം, അത് ചോദിക്കുക. പിന്നീട് ഭോജ്യവസ്തുക്കളുടെ പേരൊക്കെ നമ്മൾ പഠിച്ചതാണ്. പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. അതന്നെ യഥാരോഗ്യ, ഇതാ ഈ ഒരു വാക്ക് തദേവയുക്തം ഡാഷ് യഥാരോഗ്യായ കൽപ്പതേ, ഈ ഒരു വാക്ക് എന്ന് പഠിക്കണം കേട്ടാ. വൈഷജ്യം എന്നുള്ളത് ഇവിടെ ഒരു ചോദ്യം ചോദിക്കാം. ഓക്കെ, അടുത്തതായിട്ട് ഇതാ ഈ വിഗ്രഹം, ഇത് ദുഷ്ടാസ്ഥിതി ദുസ്ഥിതി, അത്തരം ചെറിയ ചെറിയ വിഗ്രഹങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചോളൂ. ഞാനൊന്നും അത് പറയുന്നില്ല. അത്തരം കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. ഭോജ്യ വൈവിധ്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഇത് നമുക്ക് പഠിക്കാനുള്ളതായ കാര്യമായതുകൊണ്ട് ഇതൊന്ന് പഠിക്കുക തന്നെ വേണം. പ്രമേഹ രോഗം ശമിക്കാൻ വേണ്ടിയിട്ട് ധാന്യങ്ങൾ കഴിക്കണം. ഇത്തരം കാര്യങ്ങളൊന്ന്, കാരണം ഇതിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് പ്രത്യേകം ഞാൻ ഓരോന്നും വായിച്ച് പറയുന്നില്ല, കാരണം സമയം 8:30 പോവുകയാണ്. ഓക്കെ, അടുത്തതായിട്ട് ഇവിടെ നോക്കിയാൽ ഇനി ഈ പാഠത്തിൽ വരുന്നത് എന്താണ്? ഗാദ്യം, പേയം, ലേഹ്യം അല്ലെ? ഇത് നിങ്ങൾ പട്ടിക ചെയ്തിട്ടുണ്ടാകും. അപ്പൊ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഏതിൽ പെടുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതൊന്ന് നിങ്ങൾക്ക് എഴുതാൻ കഴിയണം അല്ലെ? ഒരു പിന്നെ പദം ഇല്ലേ, ഒരു വസ്തു കണ്ടാൽ ആ ഗാദ്യമാണോ പേയമാണോ ലേഖ്യമാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കണം. ഓക്കെ, പിന്നെ തവ്യത്, ഏതവ്യം, യത്, പേയം. നേരത്തെ ചോദിച്ച ചോദ്യമാണ്. താഴെ കൊടുത്ത ഏത് പ്രത്യയം യത് എന്നുള്ളത്, പേയം എന്നുള്ളത് ഏതാണ്? ക്രേതവ്യം, നമ്മൾ ക്രേതവ്യം നേരത്തെ തവ്യ പ്രത്യയം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് പഠിക്കുക. ഇതിലുള്ള ശബ്ദകോശം ഒന്ന് വായിച്ചു നോക്കുക. കാരണം അർബക ശിശു, ഈ അർബക എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഈ ശബ്ദകോശത്തിലെ സംസ്കൃത അർത്ഥങ്ങൾ എല്ലാവരും ഒന്ന് നന്നായിട്ട് പഠിച്ചു വെക്കണം. അത് ഓരോന്നും പറഞ്ഞു തരിക പറഞ്ഞാൽ നമുക്ക് 3-4 ദിവസം ഫുള്ളായിട്ട് വേണ്ടി വരും. അതുകൊണ്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല. ഗാദ്യം, ഇത് പിന്നെ അഭ്യാസ പത്രികയാണ്. ഇത് നിങ്ങൾ സ്കൂളിൽ ചെയ്തതായിരിക്കും. ഇനി നോക്കൂ, ക്ഷുത്ത്. ക്ഷുത്ത് എന്നുള്ളതിന്റെ ബുഭുക്ഷ, ഗേഹം, ഭവനം, നീരം, ജലം, ക്ഷീരം, ദുഗ്ധം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, ഒന്നും അധികം പറയുന്നില്ല. പിന്നെ ധാന്യകാനി, ഇത് പഠിക്കണേ, ഇത് ചോദിക്കും. നമ്മൾ ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ പാഠപുസ്തകം ചെയ്യിച്ചായിരിക്കും സ്കൂളിൽ നിന്ന്, അതൊന്ന് പഠിക്കുക. അടുത്തത് കുട്മളം എന്നുള്ളതായ ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുന്നതാണ്. ഈ ഇവിടെ നോക്കിയാൽ ആര്യഭടൻ, ബ്രഹ്മഗുപ്തൻ, മഹാവീരൻ ഇന്ന് ആണോ ഉദ്ദേശിച്ചത്? ഇതെന്താ പറയുന്നത്? അല്ലാരാ? അല്ലെന്താ പറയുന്നത്? ആര്യഭടൻ, ബ്രഹ്മഗുപ്തൻ, മഹാവീരൻ, ഭാസ്കരാചാര്യ, വരാഹമിഹിരൻ തുടങ്ങിയ ഇത്രയും ആൾക്കാരുടെ ഗ്രന്ഥങ്ങൾ ഏതാണ് നിങ്ങൾ പഠിക്കണം. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ആ പേജ് നമ്പർ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു പട്ടികയുണ്ട്. ആ പട്ടിക നോക്കി അത് നിങ്ങൾ പഠിക്കണം. ഇവിടെയാണ് നേരത്തെ സംഗമഗ്രാമ മാധവനൊക്കെ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ആമുഖം ഒന്ന് നന്നായിട്ട് വായിച്ചു നോക്കുക. അതിനുശേഷം ഇവിടെ നോക്കൂ, ആര്യഭടനെ പറ്റിയിട്ട് ഇവിടെ പറഞ്ഞത് ആര്യഭടന്റെ പിന്നെ ഈ ഏകദേശം ഉള്ളതായ അദ്ദേഹം ജനിച്ചതായ കാലമാണ് ഇവിടെ പറഞ്ഞ 476. അപ്പൊ അതൊന്ന് നിങ്ങൾ നോക്കുക. പിന്നീട് എന്താ, ഇതാ ഈ 4 പാദങ്ങൾ, ഇതൊന്ന് കാലക്രിയാപാദ, നേരത്തെ ചോദിച്ചതാണ് ചോദ്യം അല്ലെ? അപ്പൊ 4 പാദം, ആര്യഭടീയത്തിലെ 4 പാദങ്ങൾ, ചിലപ്പോൾ 3 തന്നിട്ട് മറ്റൊന്ന് ഏതാണ് ചോദിച്ചേക്കാം. ആര്യഭടീയത്തില് കതിപാദ കതിഭാഗാഹ സന്ധി ചോദിക്കാം കേട്ടോ. അതിൽ എത്ര ഏകവിംശത്യുത്തരശതം കാരികാഹ വർത്തന്തി, എത്ര കാരികകൾ ശ്ലോകങ്ങളുണ്ട്. അപ്പോൾ അത് ചെയ്യാം. ഈ ഒരു പാരഗ്രാഫ് നന്നായിട്ട് പഠിക്കണം. ഇതൊക്കെ പഞ്ചവിംശതി ശ്ലോകയുക്തേ കാലക്രിയാപാതേ ഇതൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ സംഖ്യകൾ എടുത്തു പറയുന്നത് കൊണ്ട് എന്ത് ചെയ്യാം, സ്കോളർഷിപ്പിന് ചോദിക്കാം കേട്ടോ. അപ്പൊ ഇതൊന്ന് പഠിച്ചു നോക്കുക. പിന്നെന്താ, സംഗമഗ്രാമ മാധവൻ ഇവിടെയാണ് നേരത്തെ ചോദിച്ചത് കണ്ട. ഇരിങ്ങാലക്കുട
സംഗമഗ്രാമ മാധവൻ എവിടെ ജനിച്ചത്? ഇരിങ്ങാലക്കുടയിലാണ്. അദ്ദേഹത്തിന്റെ കൃതികളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ സംഭാവന, അനന്തശ്രേണി, ത്രികോണമിതി, ബീജഗണിതം ഒക്കെ ഉണ്ട്. അതൊക്കെ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഓടിപ്പോകുന്നത്. അടുത്തത് ശ്രദ്ധിച്ചോ, വിനായോഗേ തൃതീയ. വിനായോഗത്തിൽ തൃതീയം വരാം, ദ്വിതീയം വരാം, പഞ്ചമിയും വരാം. 3 വിഭക്തികൾ വരാം. അപ്പോ ഇവിടെ നമ്മൾ എന്താണ് വിനായോഗ തൃതീയ എന്നതാണ് പഠിക്കുന്നത്. ദ്വിതീയ ആയാലും കുഴപ്പമില്ല, പഞ്ചമി ആയാലും കുഴപ്പമില്ല. ആ 3 വിഭക്തിയിലും നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അപ്പൊ ഇവിടെ ഏത് വിഭക്തിയാണ് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ടാവും അല്ലെ? അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. എന്താണോ നിർദ്ദേശം ആ നിർദ്ദേശാനുസാരം നിങ്ങൾ ചെയ്യുക. അനേന ഇതാ വിനാശബ്ദയോഗേ ദ്വിതീയ, തൃതീയ, പഞ്ചമി ഇവിടെ കൊടുത്തിട്ടുണ്ട്. കേട്ടില്ലേ? ശ്രമം വിന, ശ്രമേണ വിന, ശ്രമാത് വിന ച ന ഫലപ്രാപ്തി എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ അംഗഗണിതത്തിന് അരിത്തമേറ്റിക് ഇതൊക്കെ ഒന്ന് നോക്കുക. കാരണം സ്പീഡ് പോകുന്നു, സമയം ഇല്ലാത്തതുകൊണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതായ പട്ടികയാണ്. ഹലോ, കേൾക്കുന്നില്ലേ? അപ്പൊ ഇത് നേരത്തെ പറഞ്ഞതായ പട്ടികയാണ്. ഈ പട്ടിക ഇന്ന് 2-3 മാർക്ക് ഇതിൽ ചോദിക്കും. അപ്പോൾ അതൊന്ന് പട്ടിക നന്നായിട്ട് പഠിക്കുക. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനി സൗന്ദര്യനന്ദസ്യ കർത്താഭവതി അശ്വഘോഷ. അപ്പൊ അശ്വഘോഷന്റെ മഹാകാവ്യമാണ് സൗന്ദര്യനന്ദം. അതുപോലെ പഞ്ചമഹാകാവ്യങ്ങൾ നമുക്ക് ഓർമ്മ വേണം. അത് നിങ്ങൾ പഠിച്ചതാണ്, ഇല്ലേ പഠിച്ചിരിക്കേണ്ടതാണ്. അത് ഞാനിവിടെ പറയുന്നില്ല. പഞ്ചമഹാകാവ്യങ്ങൾക്ക് നിങ്ങൾക്ക് അറിയില്ല, ഇതിന്റെ കർത്താക്കന്മാരെയൊക്കെ അറിയില്ലെങ്കിൽ അത് പഠിക്കണം. ഓക്കെ, പിന്നെ ബുദ്ധധർമ്മ പ്രചരണത്തിനായിട്ടാണ് എന്ത് ഈ സൗന്ദര്യനന്ദം എന്ന കാവ്യം അദ്ദേഹം രചിച്ചത്. ഈ മഹാകാവ്യത്തിന് 18 സർഗ, ഇതിന്റെ അടിയിൽ നിന്ന് വരച്ചോ, 18 സർഗാഹ എന്നുള്ളതിന്റെ അടിയിൽ വരക്കുക. പിന്നെ അശ്വഘോഷ സൗന്ദര്യനന്ദം അവിടെ ഒന്ന് വരച്ചോ. പിന്നെ ബുദ്ധധർമ്മ പ്രചാരണായ അവിടെ ഒന്ന് വരച്ചോ. ഓക്കെ, ഇതൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഈ ശ്ലോകങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചതായിരിക്കും. ആയിരിക്കില്ലെങ്കിൽ നിങ്ങൾ ഇനി പഠിക്കുക. ഇതാ ഈ പദച്ഛേദം അനിഷ്ടം, നയിഷ്ടം, ഹിതോദർക്കം നേരത്തെ കണ്ടില്ലേ? ഉദർക്കേ ഹിതം. അപ്പൊ ഉദർക്കേ ഹിതഹ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടൂല കേട്ടാ. അപ്പൊ ഉദർക്കേ ഹിതം എന്ന് എഴുതണം. അത് ഹിതോദർക്കം. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് ഒക്കെ ഇതിന്റെ അന്വയം നിങ്ങൾ പഠിക്കണ്ട. പക്ഷെ ഇതിൽ നിന്നും വരുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ഉത്തരം എഴുതണം. അതിന് ശ്ലോകം നന്നായിട്ട് പഠിച്ചേ പറ്റൂ. ഓക്കെ സാർ, ആത്മനേപതിയും പരസ്മേപതിയും ചോദിക്കുക. ആത്മനേപതിയും പരസ്മയും ചോദിക്കാൻ സാധ്യതയില്ല. ചോദിച്ചാൽ ഞാൻ ഉത്തരം പറഞ്ഞുതരാം. ആത്മനേപതി എപ്പോഴും എന്താണ്? പരസ്മൈ പതിയാണെന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കുന്നത് പഠതി, ചതി, തീ എന്ന് അവസാനിക്കുന്നതൊക്കെ പരസ്മൈ പതിയാണ്. അതുപോലെ വർത്തതി, വിദ്യതി, തേയിൽ അവസാനിക്കുന്നത് ആത്മനേപതിയാണ്. അങ്ങനെ ആത്മനേപതിയില് തായിലും അവസാനിക്കും. ഏത് എങ്ങനെ? ആത്മനേപതി തായിൽ അവസാനിക്കുന്ന ഭൂതകാലാണ്. നോക്കിയേ, വന്ദതയിലെ വന്ദേ, അവന്തത, അവർത്തത. അങ്ങനെ തേയിൽ അവസാനിക്കുന്നതും തായിൽ അവസാനിക്കുന്ന ഭൂതകാല ക്രിയകളും ആത്മനേപതായിരിക്കും. പരസ്മൈപതികളോ തീയിൽ അവസാനിക്കുന്നതായ ലിട്ടും ത്, പടതി, അപടത്, അതൊക്കെ എന്തായിരിക്കും? അത് പരസ്മൈ പദങ്ങളായിരിക്കും. ഈ ഒരു ശ്ലോകം വൈഹാത്താക്കണം. എന്തായാലും 2 ചോദ്യമാണ് ഇതിന്. 2 ചോദ്യമാണ് നേരത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചത്. അപ്പൊ ഇത് നന്നായിട്ട് പഠിക്കുക, അർത്ഥവും പഠിക്കുക. ഓക്കെ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമോ? എന്തോ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ? മോഡൽ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടീച്ചറോട് ചോദിച്ചാൽ തരും കേട്ടോ. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനം എന്താ ഉള്ളത്? ഇതാ, ഇത് നിർബന്ധമായിട്ടും പഠിക്കണേ. കർത്താവ്, കൃതി, അശ്വഘോഷൻ. ഇതില് കുറെ കർത്താക്കന്മാരെയൊക്കെ പറയുന്നുണ്ട്. ഈ കൃതികളൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യുക? ഒന്ന് വായിച്ചു നോക്കുക. ഇതിൽ പ്രധാനപ്പെട്ടത് വേണമെങ്കിൽ പെട്ടെന്ന് പറഞ്ഞുതരാം. നിങ്ങളൊന്ന് ടിക്കിട്ടോ. അശ്വഘോഷൻ, സൗന്ദര്യനന്ദം, ബുദ്ധചരിതം. അശ്വഘോഷൻ ടിക്കിട്ടോ. പിന്നീടുള്ളത് ജാനകീഹരണം, കുമാരദാസൻ. അതുപോലെ ഭട്ടി. പിന്നെയുള്ളത് എന്താ? ബിൽഹണൻ, ക്ഷേമേന്ദ്രൻ. ഈ ക്ഷേമേന്ദ്രൻ വളരെ ബൃഹൽകഥാമഞ്ജരിയും ക്ഷേമേന്ദ്രനും. ഈ ബൃഹൽകഥാമഞ്ജരി ക്ഷേമേന്ദ്രൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബാക്കിയുള്ളതിലൊന്നും പഠിക്കുവാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയി പറഞ്ഞത്. എവിടെ നിന്നും ചോദ്യം വരാം. ഈ പാഠവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് എന്താ പഠിക്കാനുള്ളത്?
പ്രത്യേകിച്ചൊന്നും പഠിക്കാനില്ല. ഇവിടെ പടാമഹ ഇതൊക്കെയാണ് പഠിക്കാനുള്ളത്. അത്രയും കാര്യങ്ങളാണ്. വേറെ ഇതിലാണ് നമ്മുടെ കലാമണ്ഡലവുമായി ബന്ധപ്പെട്ടതൊക്കെ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊന്ന് നിങ്ങൾ ഈ പാഠം നന്നായിട്ട് വായിച്ചു നോക്കുക. എന്താ അന്ത്യാക്ഷരി അഭിനയന ചലച്ചിത്ര നാമ കഥന ക്രീഡ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഔത്യം ഉത്സുകസ്യ ഭാവ വിഗ്രഹം പഠിക്കുക. ഞാൻ പെട്ടെന്ന് പോകുന്നുണ്ട്, എന്നാൽ മാത്രമേ നമുക്ക് തീരൂലൂ. ഇവിടെ നോക്കിയാൽ വൃഷ്ടി ഭവതി ബാലകാഹ ക്രീഡാങ്കണെ ക്രീഡന്തി. അപ്പോൾ യദ്യപി തഥാപി വെച്ചിട്ടാണ്, ചോദിക്കാൻ സാധ്യതയില്ല. വെച്ചാലും ഒരു പണിയില്ല. യദ്യപി ആദ്യം വെക്കുക, തഥാപി നടുക്ക് വെക്കുക. ക്രിയാപദം ഒന്ന് മതി. അതിന് സിമ്പിളാണ്. ഇതൊക്കെയാണല്ലോ ലെട്ടും ലെങ് ലെട്ട് ലെട്ട് ഭക്ഷ്യകാരാണ്. ഓക്കെ, അതൊക്കെ സിമ്പിളാണ്. ഇത് വള്ളത്തോളിന്റെ ഒന്ന് വായിച്ചു നോക്കണേ. അദ്ദേഹത്തിന്റെ മായി ബന്ധപ്പെട്ട് വള്ളത്തോളുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇത് നിങ്ങൾക്ക് പഠിക്കേണ്ടത് ഉണ്ട്. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോളാണ്. ഓക്കെ, ഒന്നുമില്ല, വെറുതെ വിളിച്ചതാ. നന്നായി. ഓക്കെ, ഇനി അടുത്ത എന്താ പാഠം? അടുത്ത പാഠം ഏതാ? ആര്യഭടൻ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു. പട്ടിക പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ പട്ടിക നന്നായിട്ട് പഠിക്കുക. അതന്നെ. ഏകകം 4 പ്രസൂനം എന്നുള്ളതാണ് പാഠം. ആ പാഠത്തിൽ നമുക്ക് 8 പാഠമാണ് പഠിക്കേണ്ടത്. ഇത് 9ാമത്തെ പാഠമാണ്. അപ്പോൾ 8 പാഠങ്ങളാണ് നിങ്ങൾ കഴിഞ്ഞ പാഠം വരെ പഠിക്കണം. പക്ഷേ 9ഉം 10ഉം ഒന്ന് നോക്കുകയും വേണം. കാരണം നമുക്ക് അറിയുന്ന പാഠങ്ങളായതുകൊണ്ട് ഇവിടെ ഇതിലൊന്നും ചോദിക്കാനില്ല. പടകഥ ഇതിലാകെ ഒരു ചോദ്യം, പ്രധാനപ്പെട്ട ചോദ്യം ഉള്ളത് ഇതാണ്. നോക്കിക്കോ. അമ്പ സംബോധനാരൂപം. അമ്പ എന്നുള്ളത് സംബോധനാരൂപമാണ്. ഈ അമ്പ എന്നുള്ളത് ഏതാ സംബോധനാരൂപം ചോദിക്കും. അപ്പൊ ഇത് സംബോധന പദം എടുത്ത് എഴുതുമ്പോ എക്സ്ക്ലമേഷൻ മാർക്ക് എടുത്ത് എഴുതണോ? അത് ഇങ്ങനെ ഒരു ചിഹ്നം ഉണ്ടാവും കേട്ടാ. 8:40 മോളെ, അടുത്ത ഒരു ക്ലാസ് തുടങ്ങാനായി. അപ്പോൾ ഇത് ഇങ്ങനെയാ മനസ്സിലേ. ഇങ്ങനെ ചിഹ്നമുള്ളത്. അതിന് തൊട്ട് മുമ്പുള്ളത് സംബോധന രൂപമായിരിക്കും. ഞാൻ പറഞ്ഞിട്ടില്ലേ, അത് ആദ്യം പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇതിലധികം ചോദിക്കാനില്ല. പിന്നെ ചോദിക്കാനുള്ളത് എന്താണ്? ഇത് ഒറ്റ സെക്കൻഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതാണ്. സിനിമയുമായി ബന്ധപ്പെട്ട ഓരോ സിനിമയും അതിൻ്റെ കർത്താക്കന്മാരും. ഇത് ഞാൻ ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ ടീച്ചർ ഇത് പറഞ്ഞു തരും. പിന്നെ ഇതിൻ്റെ ഒരു നോട്ട് ഞാൻ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഞാൻ ടീച്ചർമാരുടെ ഗ്രൂപ്പിലേക്ക് ഇടുക. അവർ നിങ്ങൾക്ക് തരും. ഓക്കെ അല്ലേ? പിന്നെ ഇതൊന്ന് വായിക്കുക. എവിടെയാണ് കന്നഡ ചലച്ചിത്ര പിതാമഹൻ GV അയ്യർ? നേരത്തെ ചോദിച്ചില്ലേ, ഇവിടെ നിന്നാണ് ആ ചോദ്യം ചോദിച്ചത്. കന്നഡ ചലച്ചിത്ര പിതാമഹ GV അയ്യർ. ഓക്കെ, ഈ പാഠം വായിച്ചു നോക്കണേ. കാരണം പറഞ്ഞാല് ഇത് നല്ല പാഠങ്ങളുടെ ശാകുന്തളം അല്ലേ, അഭിജ്ഞാന ശാകുന്തളം. ഈ അഭിജ്ഞാന ശാകുന്തളമൊക്കെ ജനറൽ ആയിട്ട് വരുന്നതാണ്. കാളിദാസന്റെ നാടകമാണ് അഭിജ്ഞാന ശാകുന്തളം. അതുപോലെ അദ്ദേഹം 3 നാടകം എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതെല്ലൊന്ന് മഹാഭാരതമാണ് ശാകുന്തളത്തിന്റെ ഇതിവൃത്തം. അതൊക്കെ നിങ്ങൾ ജനറൽ ആയിട്ടൊന്ന് പഠിക്കേണ്ട കാര്യമാണ്. അദ്ദേഹത്തിന്റെ മറ്റൊരു മഹാകാവ്യമാണ് രഘുവംശം. അതിവിടെയുണ്ട് രഘുവംശം. അത്രയും പഠിക്കണം. രഘുവംശം ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ള വിഷയമല്ല, 8 പാഠങ്ങളെ വേണ്ടി പറഞ്ഞിട്ട്. പിന്നെ മേഘദൂതം, മേഘസന്ദേശം. ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നീട് ജസ്റ്റ് ഒന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലാസ് ഇപ്പോൾ അവസാനിക്കും. ജസ്റ്റ് 1 വേറെ ചോദിക്കാനും പറഞ്ഞു. ഞാൻ ചോദിച്ചോ? സർ, നമ്മളിപ്പോ ഈ സംബോധന പദം എഴുതുമ്പം അത് നമ്മൾ മാറ്റി എഴുതുന്നതില് എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുക്കണോ? അതൊന്നും വേണ്ട. കൊടുത്താലും കുഴപ്പമില്ല, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. കൊടുത്തോ, ഒരു സന്തോഷല്ലേ. ഇവിടെ നോക്കിയാൽ ഇനി നേരത്തെ ചോദിച്ചാണ് എന്താണ്? സഹതൗത്തെ അല്ലെ, സഹതൗത്തെ ത്വം യുവാം യൂയം അഹം ആവാം വയം. ഇതെല്ലാരും പഠിച്ചിട്ടുണ്ടല്ലോ. ഉണ്ടോ? ഉണ്ടില്ല. ഇതെല്ലാവർക്കും അറിയില്ലേ? സഹതൗത്തെ ത്വം യുവാം യൂയം അഹം ആവാം വയം. ഇത് നമ്മൾ പഠിച്ചിരിക്കണം. ഇതിനനുസരിച്ചാണ് ഏത് അഹം ആവാം വയം അസ്മത് ശബ്ദ. അത് നോക്കാം. സഹതൗത്തെ എന്നുള്ളത് ശബ്ദം. മോളെ ഞാൻ പറയാം, പ്രദീപ് ഞാൻ പറയാം, മോള് കേൾക്കും. സഹതൗത്തെ എന്നുള്ളത് തച്ചബ്ദാണ്.
ത്വം യുവാം യൂയം എന്നുള്ളത് യുഷ്മത് ശബ്ദമാണ്. അഹം ആവാം വയം തുടങ്ങുന്നത് അസ്മത് ശബ്ദമാണ്. ഒന്നുകൂടി പറയാ, സഹതൗത്തെ എന്നുള്ളത് തച്ഛബ്ദം. തച്ഛബ്ദത്തിലെ പുല്ലിംഗമാണ് സഹതൗത്തെ എന്നുള്ളത്. അതിന്റെ സ്ത്രീലിംഗമാണെന്ത്? സാ തേ താഹ എന്നുള്ളത്. അതിന്റെ നപുംസക ലിംഗമാണെന്ത്? തം തേ താനി. കമലം കമലേ കമലാനി, ഫലം ഫലേ ഫലാനി, നപുംസക ലിംഗം. ത്വം യുവാം യൂയം എന്നുള്ളത് യുഷ്മത് ശബ്ദമാണ്. അഹം ആമയം എന്നുള്ളത് അസ്മത് ശബ്ദമാണ്. അപ്പൊ ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം. അതേ ക്രമത്തിൽ എന്ത് ചെയ്യുക? പടതി പടതഹ പടന്തി, പടസി പടതഹ പടഥ, പടാമി പടാവഹ പടാമ. ഇതെല്ലാം 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഓടിപ്പോകുന്നത് കേട്ടോ. അപ്പൊ ഇതും കൂടി പഠിച്ചാല് നിങ്ങൾക്ക് എന്തായി? ഇത് മാത്രം പഠിച്ച് 2 മാർക്കിന്റെ ചോദ്യം ഉണ്ടാവും. അപ്പൊ കർത്താവിന് ക്രിയ കണ്ടാല് കർത്താവ് ആരാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. പടാമഹ എന്ന് പറഞ്ഞാല് വയമാണ്. നേരത്തെ ഒരു മോള് ചോദിച്ചാലോ പടാമി എന്ന് വന്നാലോ അഹമാണ് കർത്താവ്. ത്വം വരുമ്പം പടസി വരും. ചോദിച്ചോ, പെട്ടെന്ന് ചോദിക്ക്. 2 മിനിറ്റ് ചോദിക്കാനുണ്ടാ? സാറേ ഇതെല്ലാം എങ്ങനെയാ ക്വസ്റ്റ്യൻസ് വരുക ഒന്ന് പറഞ്ഞു തരുക? മോളെ നേരത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ? നേരത്തെ ക്വസ്റ്റ്യൻ മോളെ ആദ്യം ഉണ്ടായിട്ടില്ല ക്ലാസ്സിൽ? ഇല്ല, ഫസ്റ്റിലെ പറഞ്ഞ കാര്യങ്ങളൊന്ന് ലാസ്റ്റ് പറഞ്ഞു തരാൻ പറ്റുമോ? അതെങ്ങനെയാ മോളെ പറയാ? 7 മണിക്കല്ലേ ക്ലാസ്സിൽ? നമ്മള് 10 മണിക്ക് സ്കൂൾ തുടങ്ങുമ്പോൾ 10 മണിക്ക് സ്കൂളിൽ എത്തണ്ടേ? ഇത് ബസ്സിന് യാത്ര ചെയ്യണ്ടല്ലോ മോളെ, അടിയിൽ നിന്ന് കയറിയാ പോരെ? എന്താ കയറാഞ്ഞ് വൈകിയത്? എന്താ? അത് പ്രശ്നമില്ല. ഞാൻ ഒരു റെക്കോർഡഡ് വീഡിയോ വരുമല്ലോ. വീഡിയോ നോക്കുന്നത് കേട്ടോ. കാരണം മോളെ സമയത്തിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് നമ്മൾ 1.5 മണിക്കൂറാണ് ചാർട്ട് ചെയ്തത്. 8:30 തീരേണ്ട ക്ലാസ് ആണ്. 7:10 ആയതുകൊണ്ട് 8:40 വരെ ആഗ്രഹിച്ചിട്ടുള്ളൂ. 8:44 ഇത് കഴിഞ്ഞിട്ട് വേറൊരു ക്ലാസ് കൂടി ഉണ്ട്. അതുകൊണ്ടാണ്. ഓക്കെ, പറഞ്ഞു തരണമെന്നില്ല വലിയ ആഗ്രഹമുണ്ട്, പക്ഷേ ഇതൊരു പ്രശ്നം കൊണ്ടാണ്. ഓക്കെ മോളെ. അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇത്രയേ ഉള്ളൂ. ബാല ക്രീഡതി, ഇതാണൊരു ചോദ്യം. ബാലാഹ ക്രീഡതി. അവിടെ ക്രീഡതി എന്നതിന്റെ അടിക്ക് വരവച്ചിട്ടുണ്ടാവും. അതിന്റെ ശുദ്ധ രൂപം എഴുതണം. മോൾ എന്താ എഴുതുക? ബാലാഹ ക്രീഡതി. അപ്പൊ ക്രീഡതി ആ മാറ്റണ്ട്. എന്താ പറയാ മോള് പറഞ്ഞ? പെട്ടെന്ന് പറയും. മോളെ സ്റ്റാർട്ട് ഉണ്ട്. പറയും. ബാലാഹ ഈന് വരും കേട്ടാ. ക്രീഡന്തി, ബാലാഹ ക്രീഡന്തി. ഓക്കെ, അല്ല ഇട്ടിട്ടുണ്ട്. ബാലാഹ ക്രീഡന്തി എന്ന് വരും. ചോദ്യം മനസ്സിലായോ മോളെ? വിളിച്ചു തരാം. ഹലോ, ഓക്കെ. അപ്പോ 9ാം ക്ലാസ് ചോദിക്കൂ, പെട്ടെന്ന് ചോദിക്കൂ. ചോദിക്കാനുണ്ടാ? ഇല്ല. ഓക്കെ. 9ാം ക്ലാസ്സിലെ സ്കോളർഷിപ്പിന് നിങ്ങൾ ചോദിച്ചത് എത്ര മാർക്ക് കിട്ടിയാലാണ് സ്കോളർഷിപ്പ് കിട്ടുക എന്ന് ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. ആദ്യത്തെ 30 റാങ്കിൽ പെട്ടാൽ സ്കോളർഷിപ്പ് കിട്ടും. എത്ര മാർക്ക് എന്ന് പറയാനാവില്ല. കട്ട് ഓഫ് മാർക്ക് അന്നേരം നിശ്ചയിക്കുന്നതാണ്. അതായത് ആ സമയത്ത് 30ാമത്തെ ആൾക്ക് എത്രയാണോ മാർക്ക് അതന്നെ കട്ട് ഓഫ് മാർക്ക് കേട്ടാ. അൽഫോൺസ് ഷാജിയാരാ? സർ റെക്കോർഡഡ് വീഡിയോ കിട്ടുക? അൽഫോൺസ് ഷാജി എന്ന കുട്ടിയാരാ? അപ്പൊ നമുക്കായില്ലേ? ക്ലാസ് നിർത്തട്ടെ. സർ റെക്കോർഡഡ് വീഡിയോ കിട്ടുക? നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, അത് നിങ്ങൾ ടീച്ചറോട് ചോദിച്ചാൽ ഇതിന്റെ മാതൃകയിലും പറഞ്ഞു തരും കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിച്ചത്. ക്വസ്റ്റ്യൻ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഇനി അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ടീച്ചറോട് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയും. കാരണം ഒരു 2-3 ദിവസം മാത്രം എടുക്കാൻ പറ്റിയാൽ ഈ ക്ലാസ് തീരൂലൂ. 1 മണിക്കൂർ കൊണ്ടോ 1.5 മണിക്കൂർ കൊണ്ടോ നമുക്കൊന്നും ഈ ക്ലാസ് ചെയ്യാൻ പറ്റില്ല മക്കളെ. കാരണം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റുകയുള്ളൂ. ഏതായാലും ഈ ക്ലാസ്സിൽ പങ്കെടുത്ത ഓരോ മക്കളെയും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നിങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. മക്കളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചറോട് ചോദിക്കുക. നിങ്ങളുടെ ടീച്ചർ നിങ്ങളുടെ സംശയം തീർച്ചയായിരിക്കും. ഓക്കെ, പ്രസാദ് മാഷേ. മാഷ കേൾക്കുന്നില്ലേ? ഓക്കെ, റെക്കോർഡ് ക്ലാസ്സിൻ്റെത് വീഡിയോ നാളെ
മറ്റന്നാളോ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും.